السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. അഹ്ലൻ റമളാൻ എന്ന കാലിക പ്രസക്തിയുള്ള ഈ സമ്മേളനത്തിന്റെ ആദരണീയ അധ്യക്ഷരെ, വേദിയിലിരിക്കുന്ന ബഹുമാന്യ സുഹൃത്തുക്കളെ, ഈ സമ്മേളനത്തിന്റെ ആദ്യ പ്രഭാഷണം നടത്തിയ യൂത്ത് വിങ്ങിന്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് നിഷാദ് സലഫി അവർകളെ, ഏറെ ബഹുമാനമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, ഓൺലൈനിലൂടെ ഈ സമ്മേളനം കേട്ടുകൊണ്ടിരിക്കുന്ന സഹൃദയരെ, റബ്ബിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ ഈ റെക്കോർഡ് ചെയ്ത് പിന്നീട് കേൾക്കാൻ അവസരമുണ്ടാവുകയും അത് കേൾക്കുകയും ചെയ്യുന്ന സുഹൃത്തുക്കളെ, പരിശുദ്ധ റമളാനിനെ വരവേൽക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഖുർആനിനെയും പ്രവാചക ചര്യയെയും മുൻനിർത്തി സംഘടിപ്പിച്ചിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. പരിശുദ്ധ റമളാനും വിശ്വാസി സമൂഹത്തിന്റെ നോമ്പും അതെന്തിനാണ് എന്ന ചോദ്യത്തിന് ആ മാസത്തിന് സാക്ഷ്യമുള്ളവർ നോമ്പ് നോറ്റുകൊള്ളട്ടെ. പരിശുദ്ധ ഖുർആൻ അവതീർണമായതിന്റെ നന്ദിയാണ് യഥാർത്ഥത്തിൽ പരിശുദ്ധ റമളാനിലെ നോമ്പ് എന്ന് ചുരുക്കി. സൂറത്ത് ബഖറ 2-ാം അധ്യായം 185-ാമത്തെ വചനം. പരിശുദ്ധ ഖുർആനാണ് ഇറങ്ങി എന്നത് തന്നെയാണ് ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ലോകത്തിന്റെ മുമ്പിൽ അതിനെ അജയ്യമാക്കി നിലനിർത്തുന്നത്. എന്താണ് പരിശുദ്ധ ഖുർആൻ എന്നും പരിശുദ്ധ ഖുർആനിന്റെ ഉള്ളടക്കം എന്താണ് എന്നും അത് ഏറ്റവും കൂടുതൽ പഠിക്കേണ്ടിയിരുന്നത് മുസ്ലിങ്ങളാണ്. ദൗർഭാഗ്യകരമായി ഏറ്റവും കൂടുതൽ ഖുർആനിൽ നിന്ന്, വിശുദ്ധ ഖുർആനിൽ നിന്ന് അകലുന്ന ജനത മുസ്ലിങ്ങളാണ് എന്നതാണ് വലിയൊരു സത്യം. ഖുർആൻ എന്തു പറയുന്നു, പ്രവാചകന്റെ വചനം എന്തു പറയുന്നു, അതിനെ ആദ്യമായി കേട്ട് മനസ്സിലാക്കിയ സച്ചരിതരായ ആളുകൾ, ആ സച്ചരിതരായ ആളുകൾ ഖുർആനിൽ നിന്ന് എന്ത് മനസ്സിലാക്കി,
പ്രവാചകനിൽ നിന്ന് എന്ത് മനസ്സിലാക്കി, അതിനെ സംബന്ധിച്ചുള്ള ചിന്തകൾക്ക് പകരം പണ്ഡിതന്മാരും പുരോഹിതന്മാരും ഉസ്താദുമാരും സച്ചരിതരായി സ്വഹാബത്ത് ജീവിച്ചതിൽ വ്യത്യസ്തമാണെങ്കിൽ പോലും നമ്മുടെ തൊട്ടു മുമ്പിലുള്ളതും നമ്മുടെ മുൻതലമുറയിൽ ഉണ്ടായിരുന്നതുമായ ആളുകളുടെ മഹത്വം പറഞ്ഞ് അതിന്റെ പിന്നാലെ പോയി അവരുടെ വാക്കുകൾക്ക് ഖുർആനിനേക്കാൾ വലിയ പ്രാധാന്യം നൽകി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനത്തിനപ്പുറത്ത് അവരുടെ വാചകങ്ങളെ കണ്ട് അന്ധമായ തഖ്ലീദ്, മദ്ഹബി വശവാദിത്വം അത് സ്വീകരിച്ച് ആ മദ്ഹബിന്റെ വാചകങ്ങളുടെ പിന്നാലെ പോയി ജീവിക്കാനാണ് പലപ്പോഴും മുസ്ലിം ഭൂരിപക്ഷം എക്കാലഘട്ടത്തിലും തയ്യാറായിട്ടുള്ളത്. അതിന് പകരം എന്റെ വിശ്വാസം ഖുർആൻ അനുസരിച്ചായാലേ എനിക്ക് സ്വർഗം കിട്ടൂ എന്ന് ആത്മാർത്ഥമായി വിചാരിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്നവരുടെ എണ്ണം വളരെ കുറവാണ്, വളരെ വളരെ കുറവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച പോലെ അതാണ് അശ്ഹദു അന്ന മുഹമ്മദ് റസൂലുള്ളാഹിയുടെ തേട്ടം എന്ന് പലരും മനസ്സിലാക്കുന്നേയില്ല. ഷഹാദത്ത് കലിമ ചൊല്ലിയാൽ പിന്നെ അതിന് എതിരായി എന്തും ചെയ്യാം, കുഴപ്പമില്ല, ഷഹാദത്ത് കലിമ ഉണ്ടായാൽ മതി. ഏറ്റവും അപകടകരമായ ഒരു തീരുമാനമാണ്. മക്കയിലെ അബൂജഹലും അബൂലഹബും പറഞ്ഞിരുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചെല്ലുകയാണെങ്കിൽ അത് ചെല്ലുന്ന പോലെ ചെല്ലുകയും അതാ ചെല്ലിയതുപോലെ ജീവിക്കുകയും ചെയ്യണം. പിന്നെ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ, ഇസ്മായിൽ നബിയെ കാക്കണേ, മറിയം ബീവിയെ രക്ഷിക്കണേ, കബറാളികളെ വിളിച്ചിട്ട് രക്ഷ തേടണേ എന്ന് പറയാൻ പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞ ആളാണ് അബൂജഹൽ. എന്ന് പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം ശരിക്കും അറിഞ്ഞ് നിഷേധിച്ച ആളാണ് അബൂജഹൽ എന്നർത്ഥം. അദ്ദേഹം പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണേ, പിന്നെ വേറൊരാളെ വിളിക്കാൻ പാടില്ല. പിന്നെ ഔലിയാന്റെ കറാമത്തിന്റെ പിന്നാലെ പോയി, അമ്പിയാക്കളുടെ മുഅ്ജിസത്തിന്റെ പിന്നാലെ പോയി, അവര് അല്ലാഹ് കേൾക്കുന്ന പോലെ കേൾക്കും, കാണുന്ന പോലെ കാണും എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് വിശ്വസിച്ച ആളായിരുന്നു അബൂജഹൽ. പക്ഷെ ഇന്ന് നമ്മുടെ കൂട്ടത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാ പിന്നെ നമുക്ക് ആരെ ആരാധിക്കാം, പ്രശ്നമില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാ മതി. ഇവിടെയാണ് നമ്മുടെ ഉമ്മത്ത്. ഇത് ഞാൻ വെറുതെ പറയുന്നത്, ആരോപണമല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ദൈവദൂതനായി അംഗീകരിക്കുന്ന ഷഹാദത്തിന്റെ രണ്ടാം ഭാഗം അത് പറഞ്ഞാൽ മതി. പിന്നെ നമുക്ക് റസൂലിന്റെ സുന്നത്തേ ആവശ്യമില്ല. പിന്നെ ഏത് ബിദ്അത്തും ഇടക്കിടക്ക് ഒരു അല്ലാഹു അക്ബറും ഒരു സലാത്തും ചൊല്ലിക്കൊടുത്താൽ എല്ലാം പൂർത്തിയായി എന്ന് വിശ്വസിക്കുന്ന എത്ര ഖേദകരമായ ഒരു കാര്യമാണ്. അല്ലാഹു അക്ബർ സുബ്ഹാനല്ലാഹ് എന്ന് കട പറയും. ഉസ്താദുമാരെ സാധാരണഗതിയിൽ സുബ്ഹാനല്ലാഹ് പറയലപ്പോൾ അറിയും ഒരു നുണ പറയാൻ ആഗ്രഹിക്കുന്നവരാണ്. നിങ്ങൾ ഏത് പ്രഭാഷണത്തിൽ ഉസ്താദുമാർ, വലിയ ഉസ്താദുമാർ സുബ്ഹാനല്ലാഹ് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളു അടുത്ത് പറയുമ്പോൾ ഒരു നുണയാണ്. ഞാൻ പരിശോധിച്ച് ഉറപ്പ് വരുത്തിയതിനു ശേഷം പറയുന്ന ഒരു ആരോപണമല്ല. നിങ്ങൾ പരിശോധിച്ചോ, സുബ്ഹാനല്ലാഹ് കുറച്ച് നീട്ടി ഉസ്താദുമാർ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അടുത്തതൊരു നുണയാണ്. ഞാൻ ഈ പറയുന്നത് വെല്ലുവിളിയായി ഏറ്റെടുത്ത് നിങ്ങളൊന്ന് പരിശോധിച്ചോ, അടുത്തതൊരു നുണയാണ്. അല്ലാഹു അക്ബർ എന്ന് പറയുന്നതൊക്കെ എപ്പോഴായിരിക്കും? കാന്തപുര ഉസ്താദിനെ പുകഴ്ത്തുന്ന സമയത്തായിരിക്കും, അല്ലെങ്കിൽ ഒരു തങ്ങളെ പുകഴ്ത്തുന്ന സമയത്തായിരിക്കും. അല്ലാതെ അള്ളാഹ് വലുതായിട്ടല്ല, ഉസ്താദ് വലുതാണ്. അവിടെ ഉസ്താദിനെ അക്ബർ ആക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു അല്ലാഹു അക്ബർ. മനസ്സിൽ എന്താ ഉള്ളത്? ഉസ്താദാണ് രംഗത്തുള്ളത്. ഇതൊന്നും ഞാൻ വെറുതെ പറയണല്ല, നിങ്ങൾ ആ സമൂഹത്തെ പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് എന്താണ് ഖുർആൻ? ഖുർആനിന്റെ ഉള്ളടക്കത്തിലൂടെയുള്ള ഒരു യാത്ര. ഖുർആനിൽ, അതായത് ഇസ്ലാമിക പ്രബോധനം ഖുർആനിൽ എന്ന ടോപ്പിക്കിൽ നിന്നുകൊണ്ടാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. അതിലൊന്നാമതായി 40-ാം അധ്യായം സൂറത്ത് ഗാഫിറിലെ 41-ാമത്തെ വചനം. അധ്യായം 40 സൂറത്ത് മുഅ്മിൻ എന്ന അധ്യായത്തിന് പേരുണ്ട്. സൂറത്ത് ഗാഫിർ എന്നും ആ അധ്യായത്തിന് പേരുണ്ട്. 40-ാമത്തെ അധ്യായം.
അതിൽ 41-ാമത്തെ വചനം. നമ്മൾ കുറെ ഖുർആന്റെ വചനത്തിലൂടെ കടന്നു പോവുകയാണ്, വേറൊന്നുമില്ല. നിങ്ങൾ ശരിക്കും ആലോചിച്ചാൽ മതി. കാരണം അള്ളാന്റെ ഖുർആൻ ഉദ്ധരിക്കുന്ന സദസ്സുകളുടെ എണ്ണം വളരെ കുറവാണ്. ഉസ്താദുമാർ എന്നെ പ്രസംഗിച്ചാൽ 2 മണിക്കൂർ പ്രസംഗിച്ച 1-2 അതും ഖുർആന്റെ പൂർണ്ണ രൂപം ഉണ്ടാവില്ല. ഒന്നുകിൽ തുടക്കം, അല്ലെങ്കിൽ മധ്യഭാഗം, അല്ലെങ്കിൽ അതിന്റെ അവസാന ഭാഗം, അങ്ങനെ ഉണ്ടാവും. ബാക്കിയൊക്കെ എന്തെങ്കിലും കഥകളോ ഔലിയാക്കളെ മഹത്വങ്ങളോ ഒക്കെ ആയിരിക്കും പറയാ. അള്ളാഹുവിനെ പറ്റി പറയൽ വളരെ കുറവാണ് ലോക മുസ്ലിമീങ്ങൾക്കിടയിൽ എന്നതാണ് ഏറ്റവും വലിയ സത്യം. മുസ്ലിങ്ങളെ പറ്റി ഇതര മതക്കാരെന്താ വിചാരിക്കണേ? അള്ളാഹിനെ ആരാധിക്കുന്നവർ അള്ളാഹിന്റെ മാത്രമല്ല. അള്ളാഹ് എന്ന് പറയുന്ന ഒരു ശക്തിയിൽ വിശ്വാസമുണ്ട് എന്നൊഴിച്ചു നിർത്തിയാൽ ആ റബ്ബിനെ ശരിക്കും മനസ്സിലാക്കിയിട്ടേ ഇല്ല എന്നതാണ് ഭൂരിപക്ഷ മുസ്ലിം സമുദായത്തിന്റെ അവസ്ഥ. അങ്ങനെ ആയിരുന്നെങ്കിൽ ഇന്നത്തെ മുസ്ലിം സമുദായം ഇങ്ങനെ ആവില്ല. ഇന്നത്തെ മുസ്ലിം സമുദായത്തിലെ ചെറുപ്പക്കാർ ഇങ്ങനെ ആവില്ല, ചെറുപ്പക്കാരികൾ ഇങ്ങനെ ആവില്ല. ബസ്സിൽ യാത്ര ചെയ്യുന്ന ഒരു പെണ്ണ് വീഡിയോ പകർത്തില്ല ഒരിക്കലും. എന്ത് കാര്യമായിക്കോട്ടും പകർത്തില്ല. കാരണം അവളെ നേരെയാണ് ഒരാൾ തെറ്റ് ചെയ്യുന്നത് എന്നാണല്ലോ പറയുന്നത്. എങ്കിൽ ആ തെറ്റ് അവൾക്ക് കൈകൊണ്ട് തടുക്കാം എന്നതാണ്. ആ സ്ത്രീ ഒരു പുരുഷനെ ഉപദ്രവിച്ചാൽ അവൾക്ക് അവന്റെ കൈ തടുക്കാം എന്നാണ് നബി പറഞ്ഞത്. ഫോട്ടോ എടുക്കാനല്ല, വീഡിയോ പകർത്താനല്ല, കൈകൊണ്ട് തടുക്കാനാണ്. പക്ഷേ എന്നാണ് ഉപയോഗിച്ചത്. ഇനി സാധ്യല്ല. നാവുകൊണ്ട് പറയാൻ വീഡിയോ പകർത്താനല്ല. ആ തെറ്റ് കണ്ടാൽ ആ സ്പോട്ടിൽ ചെയ്യേണ്ട കാര്യത്തെ കുറിച്ചാ പറഞ്ഞു. പക്ഷേ അത് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. എന്താന്ന് പറഞ്ഞു കൊടുത്തില്ല. അതിന് സമയം ഉസ്താദുമാർക്ക് ഉണ്ടാകാറില്ല. ഉസ്താദുമാര് ദർഗാ പൂജന്റെ അന്നാണ് പ്രസംഗിക്കുക. നേർച്ച, ആണ്ട്, ഇങ്ങനത്തെ തരത്തിലാണ് ഏറ്റവും കൂടുതൽ ഉസ്താദുമാര് പ്രസംഗിക്കുക. ബാക്കവിമാരും അല്ലെ അശ്വനിമാരും സഖാഫിമാരും ഒക്കെ പ്രസംഗിക്കുക ദർഗയുമായി ബന്ധപ്പെട്ടിടത്താണ്. ദർഗയിൽ നിന്നാണ് കേരള യാത്ര പോലും തുടങ്ങി. അതുകൊണ്ട് തന്നെ നാം ഖുർആൻ എന്താണ് എന്ന് പഠിക്കാൻ 40-ാം അധ്യായം 41-ാമത്തെ വചനം. വയാ ഖൗമി മാലി അദൂകും ഇലൻ നജാത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാൻ എന്നിട്ട് പറയുന്നത് മാലി നോക്കൂ, എന്തൊരു അനുഭവമാണ്. അതൂക്കും, ഞാൻ നിങ്ങളെ നജാത്തിലേക്ക് ക്ഷണിക്കുന്നു. നിങ്ങൾ എന്നെ നരകത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നത് സ്വർഗത്തിലേക്കാണ്, നജാത്തിലേക്കാണ്, ജന്നത്തിലേക്കാണ്. വല്ലാഹു യദഉ ഇലാ ദാരിസ്സലാം. 10-ാം അധ്യായം സൂറത്ത് യൂനുസ് 25-ാമത്തെ വചനമാണ്. ഇവിടെ ഒരു പ്രവാചകന്റെ വാക്കായി പറയാൻ, എന്റെ ജനങ്ങളെ, എനിക്ക് എന്തൊരു അനുഭവം അല്ലെങ്കിൽ എന്തൊരു വിരോധാഭാസമാണ്. ഞാൻ നിങ്ങളെ നജാത്തിലേക്ക് ക്ഷണിക്കുന്നു, വിജയത്തിലേക്ക് ക്ഷണിക്കുന്നു. പക്ഷേ നിങ്ങൾ എന്നെ നരകത്തിലേക്ക് ക്ഷണിക്കുന്നു. നരകത്തിലേക്ക് ക്ഷണിക്കുന്നവരുമുണ്ട്, സ്വർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരുമുണ്ട്. നേതൃത്വത്തെ കുറിച്ച് പറയാം. ഒരു സംഘടനയുടെ നേതൃത്വത്തെ കുറിച്ച് പറയുന്നിടത്ത് അള്ളാഹ് പറയുന്ന ഒരു വാചകമുണ്ട്. സൂറത്ത് ഖസസിലാണ്, 28-ാം അധ്യായമാണ് സൂറത്ത് ഖസസ്. അതേപോലെ തന്നെ അതിന്റെ 41-ാമത്തെ വചനം. നേരത്തെ വചനം 40-ലെ 41 ഇത് 28-ലെ 41. വല്ലാത്തൊരു സാമ്യതയാണ്. ആ വചനത്തിന്റെ നമ്പർ പോലും കറക്റ്റ് ആണ്. എന്താണ്? വജഅൽനാഹും അയിമ്മത്തൻ യദഊന ഇലന്നാർ. നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരാക്കി അവരെ മാറ്റിയിരിക്കുന്നു. അവൻ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരുണ്ട്. അവർക്ക് പരലോകത്തെ ഒരു സഹായവും ലഭിക്കുകയില്ല എന്നാണ് അല്ലാഹു പറയുന്നത്. അവൻ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതൃത്വമുണ്ടെന്നാണ് പറയുന്നത്. ആ നേതൃത്വത്തിന്റെ ലക്ഷണം എന്താണ്? അത് വിവരിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്ത് നൂഹ്. സൂറത്ത് നൂഹിൽ നൂഹ് നബി പറയുന്നുണ്ട്, അവരവരെ നരകത്തിലേക്കാണ് ക്ഷണിക്കുന്നത്. എന്തുകൊണ്ട്? പ്രവാചകന്മാരുടെ പ്രബോധനത്തെ സംബന്ധിച്ച് മുസ്ലിം സംഘടനകൾ തലനാരിയ കീറി പഠിക്കാറില്ല, മനസ്സിലാക്കാറില്ല, പറയാറില്ല. അംബിയാ എന്ന് പറഞ്ഞ അധ്യായമുണ്ട് ഖുർആനിൽ. ആ അധ്യായത്തിലെ ഒരാശയവും മുസ്ലിം ഉമ്മത്തിലെ സാധാരണക്കാർക്ക് അറിയില്ല എന്നുള്ളതാണ് സത്യം. അംബിയാ എന്ന് പറഞ്ഞ അധ്യായം തന്നെ എന്തിനാണ്? പ്രവാചകന്മാരുടെ ജീവിതത്തെ, അവരുടെ ഓരോ രംഗങ്ങളെ വിവരിക്കുന്ന ഒരു അധ്യായമാണ് സൂറത്ത് അംബിയ. ഇബ്രാഹിം നബിയെ പറ്റിയുണ്ട്, അതുപോലെ തന്നെ യൂനുസ് നബിയെ പറ്റിയുണ്ട്, യാക്കൂബ് നബിയെ പറ്റിയുണ്ട്, പല പ്രവാചകന്മാരെ പറ്റി അതിലുണ്ട്. 18 പ്രവാചകന്മാരുടെ
പേരെടുത്തു പറഞ്ഞ് 6-ാമത്തെ അധ്യായം സൂറത്ത് അൻആമിൽ അല്ലാഹു പറയുന്നുണ്ട്, അവർ ഹിദായത്തിലാണ്, അവർ നിങ്ങളുടെ റോൾ മോഡലാണ്, അവരെ നിങ്ങൾ പിൻപറ്റേണ്ടതുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല സൂറത്ത് അൻആമിലൂടെ പഠിപ്പിക്കുകയാണ്. പക്ഷേ അതൊന്നും ശ്രദ്ധിക്കില്ല. ഉസ്താദ് പറയുന്നു, ഉസ്താദ് പറഞ്ഞതനുസരിക്കുന്നു. ആ ഉസ്താദ് എവിടുന്ന പറയുന്നത്? ആ ഉസ്താദിന്റെ ഉസ്താദ് പഠിപ്പിച്ചതാണ്, ആ ഉസ്താദിന്റെ ഉസ്താദ് പഠിപ്പിച്ചതാണ്. അല്ലാതെ ഒരു സാധാരണ സമസ്തയിൽപ്പെട്ട ഒരാളും ഖുർആനിൽ എന്താ ഉള്ളത്, സുന്നത്തിൽ എന്താ ഉള്ളത് നോക്കാറേയില്ല. നോക്കിയവരല്ല, എനിക്ക് ഉറപ്പുണ്ട്. ഞാൻ എത്രയോ സദസ്സിൽ ഈ ഭാഗത്ത് തന്നെ ഞാൻ ഒരുപാട് പ്രസംഗിച്ചിട്ടുണ്ട്. പുത്തനത്താണി നിന്ന കാലത്ത് ഇവിടെയൊക്കെ അത്തിപ്പറ്റ അറിയാലോ, എന്റെ മുണ്ട് പിടിച്ചു വലിച്ചതും മൊയിലിയാർ ഊരിക്കൊണ്ടേതും ഒക്കെ നിങ്ങൾക്കറിയാം അല്ലേ? ആ കാലത്താണ് സമസ്തയിലെ മദ്രസയിലെ കുട്ടികളുമായി ബന്ധപ്പെട്ട് അവരോട് ഞാൻ ചില പരാമർശങ്ങൾ നടത്തുന്നത്. പിന്നീട് വിവാദമാക്കിയതും ഒക്കെ. ഞാൻ വിവാദ പരാമർശം നടത്തിയിട്ടില്ല, അത് മറ്റൊരു വിഷയം. അത് അങ്ങനെ കട്ട് ചെയ്ത് ക്ലിപ്പാക്കി പ്രചരിപ്പിച്ചത് അനക്ക് ഈ പരിസരങ്ങളിൽ ആയിരുന്നു എന്നുള്ളതാണ് വസ്തുത. ഇവിടെ പീഡിയ തന്നെയിലും പരിസരത്തൊക്കെ നിന്ന് കേൾക്കുന്നവരോടാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ നമ്മുടെ അഖില റമദാൻ ഇവിടെ ചർച്ച ചെയ്തു, അള്ളാഹുമായി കണ്ടുമുട്ടുന്നത് പറഞ്ഞു, നരകത്തെ കുറിച്ച് പറഞ്ഞു, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു, നോമ്പുകാരന്റെ ആനന്ദത്തെ കുറിച്ച് പറഞ്ഞു. പക്ഷെ നോമ്പ് പോലും സ്വീകരിക്കപ്പെടുന്നത് എപ്പോഴാ? തൗഹീദില്. ഇവിടെ മുസ്ലിങ്ങളെല്ലാം 1 കോടിയിലധികം വരുന്ന മുസ്ലിങ്ങൾ കേരളത്തിലുണ്ട്. ഈ 1 കോടി മുസ്ലിങ്ങളിൽപ്പെട്ടവരും നോമ്പ് നോൽക്കുന്നുണ്ട്. പക്ഷെ ആ നോമ്പ് സ്വീകരിക്കപ്പെടണമെങ്കിൽ തൗഹീദ് ഉണ്ടാകണം എന്നതിൽ ആർക്കും എതിരെ അഭിപ്രായമില്ല, ആർക്കില്ല, ഒരാൾക്കില്ല. പക്ഷെ എന്താണ് തൗഹീദ്? അത് പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഖുർആനിൽ ഈ വിഷയമായി എന്ത് കാര്യമാണ് പറയുന്നത്, അത് ഞാൻ ഖുർആനിൽ നിന്ന് ഓർഡർ പ്രകാരം ചില പ്രവാചകന്മാരുടെ ജീവിതത്തിലൂടെ ഒരു യാത്രയാണ് ഞാൻ ഇവിടെ നടത്തുന്നത്. 2 ഖുർആനിക വചനം ഞാൻ ഇവിടെ പറയുകയുണ്ടായി. എന്താണ്? ഒന്ന്, ഞങ്ങൾ ക്ഷണിക്കുന്നത് നജാത്തിലേക്കാണ്, സ്വർഗത്തിലേക്കാണ്. ഞങ്ങളെ ക്ഷണിക്കുന്നത് നരകത്തിലേക്കുമാണ്. നരകത്തിലേക്ക് ക്ഷണിക്കുന്ന നേതാക്കന്മാരുണ്ട് എന്നും അല്ലാഹു പറഞ്ഞു. നിങ്ങൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് പണ്ഡിത പുരോഹിതന്മാരെയാണ് എന്നും അല്ലാഹു നമ്മളോട് പറഞ്ഞു. എന്നിട്ട് നമുക്കുണ്ടായോ വല്ല ജാഗ്രതയും? അല്ലാഹു പറയണ, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസിയായ മനുഷ്യരെ, വളാഞ്ചേരിയിലെ മനുഷ്യരെ, പെരിന്തൽമണ്ണയിലെ മനുഷ്യരെ, ബാവപ്പടിയിലെ മനുഷ്യരെ, നിങ്ങൾ ആലോചിച്ചു നോക്കൂ. എന്ത്? നിങ്ങളുടെ പണ്ഡിത പുരോഹിതന്മാരിൽ ഭൂരിപക്ഷവും നിങ്ങളുടെ ധനം അന്യായമായി തിന്നുന്നവരും അള്ളാന്റെ മാർഗത്തിൽ നിന്ന് നിങ്ങളെ വഴിതെറ്റിക്കുന്നവരുമാണ്. അള്ളാന്റെ മാർഗത്തിൽ നിന്ന് വഴിതെറ്റിച്ചാൽ അല്ലാതെ ഒരിക്കലും നടക്കില്ല. അപ്പൊ ഞങ്ങള് മുജാഹിദുകളോട് എല്ലാവരും ചോദിച്ചേ, ഞങ്ങളെ സംബന്ധിച്ചോട് ഒരു കണ്ണൂക്ക് നടത്തി. ഇവരോട് ആരോടെങ്കിലും ഞങ്ങൾ 10 റുപ്യ വാങ്ങൽ നോക്കിയേ? നബിദിനത്തിന്റെ പേരിൽ ഒരു 10 റുപ്യ ഞങ്ങൾ ഉണ്ടാക്കുന്നു നോക്കിയേ? ഞങ്ങൾ സാധാരണ ഇങ്ങനെ പരിപാടി വെച്ചാൽ ഒരു പിരിവ് നടത്തും. എന്തിന്? ഈ സൗണ്ട് സിസ്റ്റത്തിന് മുബാറക്കിന് പൈസ കൊടുക്കണം. ഇത്തരം മണിക്കൂർ ഈ സിസ്റ്റൊക്കെ വെച്ച് ഈ ലൈറ്റൊക്കെ സംഘടിപ്പിച്ച് സ്റ്റേജൊക്കെ കെട്ടിയാൽ ഓൽക്ക് കൊടുക്കണം. അതിന് ഞങ്ങൾ ഒരു പിരിവ് നടത്തും. ആ സംഖ്യ ഞങ്ങൾ സ്റ്റേജ് പ്രഖ്യാപിക്കും. ആ സംഖ്യ അതിൽ കൂടുതലുണ്ടെങ്കിൽ കമ്മിറ്റി അതിലേക്ക് കൂട്ടിച്ചേർത്ത് അന്നത്തെ പ്രോഗ്രാമിന്റെ ദഅവത്തിന്റെ ചെലവ് വഹിക്കും. അതല്ലാതെ തൊട്ടതിനും പിടിച്ചതിനും കുട്ടി ജനിച്ചത് മുതൽ കുട്ടി മരിച്ചാലും ആ മരണത്തിന് ശേഷം ആണ്ട് അങ്ങനെ ഒരു ഉസ്താദിന്റെ മരണം വരെ ആയിരക്കണക്കിന് ആണ്ടുകളും നേർച്ചകളും ജാറം മൂടലും മുട്ടലും മുറിക്കലും എന്ന് വേണ്ട നബിദിനവും അദ്ദാദും റാത്തീബും മൗലൂദും കുത്താറാത്തീബായിട്ട് പൈസ ഉണ്ടാക്കുന്ന ഏക പരിപാടിയാണ് മതം. അങ്ങനെ MA ഉസുബലിനേക്കാളൊക്കെ വലിയ നനാഢ്യരായി കോടീശ്വരന്മാരായി, ഞാൻ വെറുതെ പറയണല്ല, നിങ്ങൾ പരിശോധിച്ച കേരള യാത്ര മാത്രം നോക്കിയാൽ മതി. കാസർഗോഡ് ഉള്ളാളത്തുനിന്ന് പുറപ്പെട്ട കാറല്ല കോഴിക്കോടേക്ക് കടക്കുമ്പോഴുള്ള കാറ്, കോഴിക്കോടേക്ക് എത്തുമ്പോഴുള്ള കാറല്ല കണ്ണൂർ ജില്ലയിൽ ഉണ്ടായിരുന്നത്, കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്നത്. തിരുവനന്തപുരത്തുമ്പോഴേക്ക് 2 കോടിയിൽ ആരംഭിച്ച് 3 കോടിയിൽ തുടങ്ങി 6ലും 8ലും 10ലും വേണമെങ്കിൽ അത് 100 കോടിയുടെ കാറാ കിട്ടണത്. വേണ്ടാന്ന് പറയില്ല. ഇതൊക്കെ ആർഭാടാണ്.
എന്താ പറയാത്ത? അങ്ങനെ ജീവിച്ച് ശീലിച്ചതാണ്. അതിലപ്പുറത്തേക്കുള്ള ദീനീ പഠനമൊന്നുമില്ല. സുഖമാണ്. ആ ഇട്ടിരിക്കുന്ന കോട്ട് മാത്രം നോക്കിയാൽ മതി. കോടിക്കണക്കിന്റെ കോട്ട മുന്നിലിരിക്കുന്നവർ വരെ. എന്താ കാരണം? അയാൾക്ക് ഒരു ഇലക്ഷൻ, ഒരു രാഷ്ട്രീയം, അതുപോലെ വരാനിരിക്കുന്ന ഭാവി, അതിലെ ചില സർക്കാർ സപ്പോർട്ട്, ഇതെല്ലാം മുന്നിൽ വെച്ചുകൊണ്ടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഇതാ നിങ്ങളോട് പറയും, നിങ്ങളുടെ കയ്യിൽ ഖുർആൻ എടുത്തു വെച്ച് ഞാൻ ഇവിടെ പറയുന്ന ആയത്തുകൾ നിങ്ങൾ പരിശോധിച്ച് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടാൽ ഇമ്മ ശാകിറൻ വ ഇമ്മ കഫൂറാ ഫമൻ ശാഅ ഫൽയുമിൻ വമൻ ശാഅ ഫൽയക്ഫുർ. ഇഷ്ടമുള്ള ആളുകൾക്ക് വിശ്വസിക്കാം, ഇഷ്ടമില്ലേ വിശ്വസിക്കണ്ട. 18-ാം അധ്യായം 29-ാമത്തെ വചനമാണ്. 76-ാം അധ്യായം 3-ാമത്തെ വചനമാണ്. മുഅ്മിനാകാൻ നിർബന്ധിക്കുകയോ? 10-ാം അധ്യായം 99-ാമത്തെ വചനമാണ്. അതുകൊണ്ട് നിർബന്ധമില്ല, ആരെയും നിർബന്ധിക്കുന്നില്ല. പക്ഷെ വസ്തുത പറയാതിരിക്കില്ല, വളച്ചു കെട്ടി പറയില്ല, മറ്റുള്ളവരെ തൃപ്തിക്ക് വേണ്ടി പറയില്ല. റബ്ബിന്റെ തൃപ്തി അത് മാത്രമാണ്. ആ അല്ലാഹുവിന്റെ റിള. അതുകൊണ്ടാണ് ഞങ്ങൾ റബ്ബിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇസ്ലാമിനെ തൃപ്തിപ്പെട്ടിരിക്കുന്നു, മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയ. അത് സായന്തനത്തിലും പ്രഭാതത്തിലും ഒരേപോലെ പറയാൻ, 3 തവണയായി പറയാൻ പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള ഉമ്മത്താണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മൾ അള്ളാന്റെ വജു ഉദ്ദേശിച്ചുകൊണ്ടാണ് ചില കാര്യങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരോടും ഞാൻ ഇനി നിങ്ങളെ വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂഹിലൂടെ, അതിന് 71-ാം അധ്യായമാണ്, 1 മുതൽ 28 വരെയുള്ള വചനം. ഒരു പ്രവാചകനെ അള്ളാഹ് നിയോഗിക്കുകയാണ്. ആരിലേക്ക്? ചോദ്യമാണ്. ആരിലേക്കാണ് നിയോഗിക്കുന്നത്? വഴിതെറ്റിയവരിലേക്കാണ്. സംശയമില്ലല്ലോ? ഇല്ല. അവരെ അള്ളാഹനെ മാത്രമേ ഇബാദത്ത് ചെയ്യാകൂ എന്ന് പറയാനാണ്. ഇനി അവരാരാണ്? നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വിവരിച്ച ജനതയുടെ ഒരു പ്രത്യേകത അറിയോ? 5 ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ച ഒരു കൗമായിരുന്നു അവര്. ഞാൻ പറയണല്ലോ, നേരെ മറിച്ച് KV കൂട്ടനാടിന്റെ 5-ാമത്തെ വോള്യം സൂറത്ത് നൂഹിന്റെ പരിഭാഷ, അതിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ഒരു ഉദ്ധരണി പറയുന്നുണ്ട്. വഹിയ അസ്മാഉ റിജാലിൻ സാലിഹീന മിൻ ഖൗമി നൂഹിൻ. നൂഹ് നബിയുടെ കാലഘട്ടത്തിലെ സ്വാലിഹീങ്ങളായ, സ്വാലിഹീങ്ങൾ എന്ന ബിംബത്തെ പറ്റിയല്ലോ സുഹൃത്തുക്കളെ. KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാടിന്റെ ആലോചിക്കുക, നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കാര്യമായി സംഭാവന നൽകണം. നിങ്ങളറിയാലോ നമ്മുടെ ആളുകൾ പിരിച്ചെടുത്ത് ചെയ്യുന്നതാണ്. അപ്പൊ നിങ്ങളൊക്കെ മനസ്സ് തട്ടി നിങ്ങളുടെ കൈകളിൽ നിന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞ പോലെ നിങ്ങൾ എന്തെന്ന് ചെലവഴിച്ചാൽ അത് നിങ്ങളുടെ നഫ്സിന് വേണ്ടിയാണ്. വമാ തുൻഫിഖൂ മിൻ ഖൈറിൻ ഫലിയൻഫുസികും വമാ തുൻഫിഖൂന ഇല്ല ബിആ വജ്ഹി റബ്ബി. സൂറത്ത് ബഖറയിലാണ് 2-ാം അധ്യായം 222-ാമത്തെ വചനമാണ്. الذين يتلون كتاب الله واقاموا الصلاه وانفقوا مما رزقناهم سرا وعلانيا. രഹസ്യമായും പരസ്യമായും റബ്ബിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിക്കുക. അല്ലാഹു നമ്മളെ 35-ാം അധ്യായം 29-ാമത്തെ വചനമാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ الذين ينفقون في السراء والضراء, പരസ്യ ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും റബ്ബിന്റെ മാർഗ്ഗത്തിൽ. അപ്പൊ നിങ്ങൾ എല്ലാവരും അതിന് സംഭാവന ചെയ്യണം. ഇനി നമുക്ക് സൂറത്ത് നൂഹിലൂടെ കടന്നു പോകാം. എന്താണ്? ഇന്നാ അർസൽനാ നൂഹൻ ഇലാ ഖൗമി അൻ അൻദിർ ഖൗമക മിൻ ഖബ്ലി അൻ യഅതിയഹും അദാബുൻ അലീം. വേദനാജനകമായ ഒരു ശിക്ഷ അവർക്ക് വരുന്നതിന് മുമ്പ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ ആ ജനതയിലേക്ക് നിയോഗിച്ചു. അപ്പൊ ശിക്ഷ വരാനിരിക്കുന്ന ഒരു സമൂഹമാണ് അവര്. എന്തായിരുന്നു അതിന്റെ കാരണം? ശരിക്കും ഞാൻ എന്റെ മുജാഹിദുകളോട് പറയുന്നത്, നമ്മൾ പോലും ഇത് ശരിക്കും ചിന്തിക്കുന്നില്ലേ എന്ന് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തോന്നാറുണ്ട്. ശരിക്കും എന്താണ്? വേദനാജനകമായ ശിക്ഷയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടി നൂഹ് നബി വന്ന് ആരെ? ഔലിയാക്കളെ ബഹുമാനിക്കുക എന്ന പേരിൽ ഔലിയാക്കളെ വിളിച്ചു പ്രാർത്ഥിച്ച, ഔലിയാക്കൾക്ക് വക്കാറത്ത് നൽകിയ, അള്ളാഹ്ക്ക് ഗാംഭീര്യം കാണാത്ത ഒരു ജനതയിലേക്ക് നിയോഗിക്കപ്പെട്ടു എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരു ആദർശമായിരുന്നു അവിടെ ഉണ്ടായിരുന്നതാണോ? അങ്ങനെയാണെങ്കിൽ നൂഹ് നബിയോട് അവരെ ചെന്നിട്ട് താക്കീത് നൽകിയെന്ന് പറയേണ്ടതുണ്ടോ? പൊന്നാര മുസ്ലിങ്ങളെ, മുജാഹിദുകളെ, നിങ്ങളെങ്കിലും ഇത് പഠിക്കണം എന്നായി പറയും. എനിക്ക് വളരെ സംശയമുണ്ട്. ഇപ്പൊ മുജാഹിദുകൾക്ക് പോലും ഇതൊക്കെ മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളതിൽ എനിക്ക് സംശയമുണ്ട്. കാരണം ഈ കാര്യം അവഗണിച്ചുകൊണ്ടാണ് നമ്മൾ പോലും മുന്നോട്ട് പോകുന്നത്. നമ്മൾ പല വിഷയങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ സമൂഹത്തിൽ ഓരോ വ്യക്തി മരിച്ചു പിരിയുമ്പോഴും
അയാൾ ശിർക്കിലാണോ? ഇതാണല്ലോ പ്രധാനം. അയാൾ നോമ്പ് വെച്ചോല്ലേ, ഖിയാമുൽ ലൈൽ നിസ്കരിച്ചോ എന്നല്ല നമ്മുടെ വിഷയം. തൗഹീദ് ഉണ്ടോ? അത് ശരിയായാൽ ഈ പറഞ്ഞതൊക്കെ ഉണ്ടായിട്ട് കാര്യമുണ്ട്. അത് ശരിയല്ലേ, ഈ പറഞ്ഞതും ഉണ്ടായിട്ട് കാര്യമല്ല. കാരണം എല്ലാ അമലും പൊളിഞ്ഞു പോകും എന്ത് ചെയ്താല്? ശിർക്ക് വന്നാല്. അപ്പൊ ഏറ്റവും ഗൗരവമായ പഠനം ശിർക്കിനെ കുറിച്ചായിരിക്കണം. സൂറത്ത് നൂഹിൽ എന്താ പറയുന്നത്? ഖാല യാ ഖൗമി ഇന്നി ലക്കും നദീറും മുബീൻ. ഞാൻ നിങ്ങളിലേക്കുള്ള വ്യക്തമായ താക്കീതുകാരനാണ്. അനി അബ്ദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യുക. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ. 5 ഔലിയാക്കളെ ഉറപ്പാണല്ലോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു മുജാഹിദ് അല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ നൂറ്റാണ്ടിൽ ജനിച്ച നിങ്ങൾ വഹാബി എന്ന് പറയുന്ന ഒരു മുജാഹിദ് അല്ലല്ലോ. ഫല്ലല്ലാഹുൽ മുജാഹിദീന അലൽ ഖായിദീന ദർജ, അത് അദ്ദേഹമായിരുന്നു. ഒറിജിനൽ മുജാഹിദ് ആയിരുന്നു ഇബ്നു അബ്ബാസ്. ഞാൻ പറയുന്നത് പ്രാസ്ഥാനികമായി ഇന്ന് നമ്മൾ പറയുന്ന ഒരു KNMന്റെ പ്രസിഡന്റോ സെക്രട്ടറി ഒന്നും ആയിരുന്നില്ലല്ലോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു. ആ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു ആണ് പറയുന്നത് വഹിയ അസ്മാഉർ റിജാലുൻ സ്വാലിഹീന മിൻ ഖൗമി നൂഹിൻ. നൂഹ് നബിയുടെ സമൂഹത്തിൽപ്പെട്ട 5 വലികൾ. ആര്? വദ്, സുവാ, യഗൂസ്, യഹൂഖ്, നസ്ർ. ഇവരാരാണ്? ഇവർ സ്വാലിഹീങ്ങളാണ്. മനുഷ്യന്മാരായിരുന്നു, വലിയകളായിരുന്നു, സിദ്ദീഖുകളായിരുന്നു, സ്വാലിഹീങ്ങളായിരുന്നു. അല്ലാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിച്ചവരായിരുന്നു. അല്ലാഹ്ക്ക് വേണ്ടി ഇബാദത്ത് ചെയ്തവരായിരുന്നു. അല്ലാഹ്ക്ക് മാത്രം നേർച്ച നേർന്നവരായിരുന്നു. എന്തൊക്കെ ഇബാദത്ത് അവർക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടോ അതിന്റെ മുഴുവൻ അംശങ്ങളും റബ്ബിന് സമർപ്പിച്ച സ്വാത്വികന്മാരായ 5 വലിയകളുടെ പിന്നാലെ പോകുന്ന ഒരു സമൂഹമാണ് നൂഹ് നബിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത് എന്ന് പറഞ്ഞാൽ ഈ ഔലിയാക്കളെ പിന്നാലുള്ള പോക്ക് ഇഷ്ടപ്പെട്ട ഒരാളല്ല നൂഹ് നബി അലൈഹിസ്സലാം എന്നല്ലേ കിട്ടുക. ഇനി ഔലിയാക്കളെ പിന്നാലെ പോകലാണ് സമസ്ത കാണിക്കുന്നത് പോലത്തതാണ് ദീനെങ്കിൽ അല്ലാഹ് നൂഹ് നബിക്ക് ഈ ബോധനം നൽകി അവർക്കെതിരെ ശബ്ദിക്കാൻ പറഞ്ഞേക്കോ? മറിച്ച് എന്താ പറയേണ്ടത്? നൂഹേ ചെന്ന് പറയണം 5 ഔലിയാക്കളുടെ രൂപമുണ്ടാക്കി മജാലിസിഹില്ലത്തി കാനു യജ്ലിസൂന അലൈഹ, അതിന്റെ ചുറ്റിലും ഇരുന്ന് അവരുടെ അവതാരങ്ങൾ വാഴ്ത്തുന്നത് അതാട്ടോ ദീന്, അതാട്ടോ ഇസ്ലാം, അതൊന്നുകൂടി പറഞ്ഞു ഉറപ്പിച്ചു കളയൂ, മുന്നോട്ട് പോയിക്കോളൂ എന്നാണല്ലോ നൂഹ് നബി പറയേണ്ടത്. ഇനി എങ്ങനെ അതിനെ പറയേണ്ടത് എനിക്കറിയില്ലട്ടോ. ഞാൻ എന്റെ ചങ്കിന്റെ ഉള്ളിൽ എടുത്ത് പറയാ. ശരിക്കും സമസ്തയുടെ വിശ്വാസം ലോകത്ത് പ്രത്യക്ഷപ്പെട്ടു നൂഹ് നബിയുടെ കാലത്ത്. എന്റെ അഭിപ്രായത്തിൽ നൂഹ് നബിയുടെ കാലത്ത് സമസ്തയുണ്ട്. അത് 100 കൊല്ലൊന്നുമല്ല. നൂഹ് നബിയുടെ കാലത്തുള്ള ഒരു പ്രസ്ഥാന സമസ്ത, അങ്ങ് കിട്ടിയ അംഗീകാര. പക്ഷെ അത് ശിർക്കിന്റെ കൂടാരായിരുന്നു. അന്ന് വഹാബിസമുണ്ട്. അതിന്റെ ഒന്നാമത്തെ ആള് നൂഹ് അലൈഹിസ്സലാമായിരുന്നു. ഇതാണ് എന്റെ കാഴ്ചപ്പാട്. കാരണം മുജാഹിദ് പ്രസ്ഥാനം പ്രതിദാനം ചെയ്യുന്ന ആശയം എന്തോ നൂഹ് നബിന്റെ കൂടെയുള്ളത്. എന്താ അങ്ങനെ വന്നത്? സമസ്തക്കാർ ചിന്തിക്കേണ്ടതാണ്. ഞങ്ങൾക്ക് ബേജാറില്ല, ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഞങ്ങൾ പറയുന്നതാണ് നൂഹ് നബി അലൈഹിസ്സലാമിന് ഞങ്ങൾ കാണുന്നത്. അഥവാ നൂഹ് നബി പറഞ്ഞതേ ഞങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നുള്ളൂ എന്നർത്ഥം. നിങ്ങളൊക്കെ വിചാരിക്കും, ഇവിടെ ഇരിക്കുന്നവരൊക്കെ വിചാരിക്കും ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാന്നല്ലേ. നിങ്ങൾക്കറിയാം, ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര നിർവൃതിയില്ല. ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ചെയ്ത മുഴുവൻ പ്രസംഗങ്ങളും ഓരോ ദിവസവും ഹിദായത്ത് കിട്ടുന്ന ആളുകൾ എന്നെ വിളിക്കാറുണ്ട്. മോലെ ഞാൻ ഇന്നലെ വരെ ഇന്നലെ വിളിച്ചിട്ടുണ്ട്. ഇന്നൊരാൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച വരെ ആ പ്രസംഗം കേട്ടപ്പോൾ ഞങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയത്. എനിക്ക് ഉറപ്പ്, ഞാൻ ഈ പറയുന്ന ഓരോ പോയിന്റും ക്ലിക്ക് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കില്ല. ഇതിപ്പോ വളാഞ്ചേരിന്ന് 2-2.5 കിലോമീറ്റർ പോകുന്ന ഒരു സ്ഥലം ഇത് ബാവുപ്പടി എന്ന് പറയുന്ന സ്ഥലം. പക്ഷെ ഞാൻ ചെയ്യുന്ന പ്രസംഗം ഇവിടെയാണെങ്കിൽ ഇത് അമേരിക്കയെ കുറിച്ചിരിക്കുന്ന ഒരാൾക്ക് വിളിച്ചാവും, ദക്ഷിണാഫ്രിക്കയിൽ ഇരിക്കുന്ന ഒരാൾക്ക്, അയാൾ മലയാളിയാണെങ്കിൽ, ലോകത്തിന്റെ എവിടെയൊക്കെ മലയാളി ഉണ്ടോ അയാൾ യൂട്യൂബിലൂടെ ഈ പ്രസംഗമോ ഇത് കട്ട് ചെയ്ത് നാളെ കേൾക്കാനുള്ള സൗഭാഗ്യം ഉണ്ടായാൽ ഉറപ്പായിട്ടും നിങ്ങൾ വിചാരിക്കേണ്ട ഉസ്താദുമാരെ പിടുത്തത്തിലാണ് ആധുനിക സമസ്ത എന്നൊന്നും നിങ്ങൾ വിചാരിക്കേണ്ട. മനസ്സിലായത്? കുറെ പള്ളി ദർസിലെ കുട്ടികളുണ്ട് എന്നൊഴിച്ചു നിർത്തിയാൽ ഉസ്താദുമാരും കുട്ടികള് അല്ലിമീങ്ങളും ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമൂഹമാണ് സാധാരണ സമസ്ത പ്രബോധകരുടെ മുമ്പിൽ ഇരിക്കുക. ഇതുപോലൊരു സാധാരണക്കാരായിരിക്കില്ല. ജാമിയത്തുൽ ഹിന്ദിലെ കുട്ടികളല്ല ഇവിടെ ഇരിക്കുന്നത്. നേരെ മറിച്ച് മർക്കസ് സഖാവത്ത് സുന്നിയുടെ കുട്ടികള് ഉള്ളാളം ദർഗ മുതൽ തിരുവനന്തപുരം വരെ അന്ന് കോളേജുകൾ അവധി പ്രഖ്യാപിച്ചു കൊണ്ടുപോവുകയായിരുന്നു.
എല്ലാ കാന്തപുരത്തിന്റെ കോളേജുകളിൽ നിന്നും കുട്ടികളെ കൊണ്ടുപോയി മുന്നിലിരുത്തുക. നമുക്ക് ആ ഗതികേട് ഇന്ന് വരെ വന്നിട്ടില്ല. കാരണം ഞങ്ങൾ പറയുന്നത് സാധാരണക്കാരോടാണ്, മനുഷ്യരോടാണ്. ഉഖ്രിജത്തുൽ ലിന്നാസാണ്, ജനങ്ങൾക്ക് വേണ്ടിയാണ്. ഞങ്ങൾ ബാലനോടാ പറയുന്നത്, സുരേന്ദ്രനോടാ പറയുന്നത്, ലോകത്തുള്ള സകല മനുഷ്യരോടാ പറയുന്നത്. അങ്ങനെ പറയണമെന്നാ ഞങ്ങളുടെ വിശ്വാസം. അതുകൊണ്ട് മനുഷ്യരോട് ഞങ്ങൾ പറയുന്നത് ഒരൊറ്റ ദൈവം, ഒരൊറ്റ ജനത എന്ന ആശയമാണ്. ഏകം സദ്ബഹുതാ വിപ്രാവദന്തി യോ ദേവാനാം നാമധ ഏകേവ ഓം സദേ സമസ്തേ സർവലോകാശ്രയായ. സർവലോകങ്ങളുടെയും തമ്പുരാൻ ഏകനായ പടച്ചവനാണ് എന്ന് ഞങ്ങൾ ലോകത്തോട് പറയുന്നത്. അതാണ് ഞങ്ങളുടെ വിശ്വാസവും ഞങ്ങളുടെ ചിന്തയും. അതുകൊണ്ട് തന്നെ ഇവിടെ അദ്ദേഹം പറയുന്നത് എന്താണ്? അള്ളാഹുവിനെ മാത്രമേ ഇബാദത്ത് ചെയ്യാവൂ. എന്നിട്ട് അദ്ദേഹം അവരോട് ചോദിക്കുന്ന ചോദ്യം എന്താ? ആ ഭാഗത്തേക്ക് വരാം വേഗത്തിൽ. എന്നിട്ട് അദ്ദേഹത്തിന്റെ പ്രസംഗം അവർ ചെവിക്കൊണ്ടില്ല. ആര് എന്തേ ചെവിക്കൊള്ളാതിരുന്നത്? 5 ഔലിയാക്കൾക്കെതിരെ ശബ്ദിച്ചുകൊണ്ടാണ് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വരുന്നത്. ഔലിയാക്കൾക്കെതിരെ ശബ്ദിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാന്റെ ഒറിജിനൽ ഔലിയാക്കളെ ഇകഴ്ത്തുകയോ അല്ലെങ്കിൽ അവർക്കെതിരെ ശബ്ദിക്കുകയല്ല. ആ 5 ഔലിയാക്കളുടെ പിന്നാലെ പോയവരെ, ആ 5 ഔലിയാക്കളെ ഇലാഹാക്കി മാറ്റിയവർക്കെതിരെ ശബ്ദിച്ചുകൊണ്ടാണ് കടന്നു വന്നത്. ഈ പോയിന്റ് ശരിക്കും ഓർക്കണം. അല്ലാതെ ഔലിയാക്കൾക്കെതിരെ അവരെ ചീത്ത പറഞ്ഞും അവരെ ബഹുമാനിക്കാതെയും കടന്നു വന്നു എന്ന അർത്ഥത്തിലല്ല. ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം. ഞാൻ ഇങ്ങനെ ക്ലാരിറ്റി വരുത്തുന്നതെന്നറിയോ? എവിടെ വെച്ചാണ് ക്ലിപ്പ് കട്ട് ചെയ്യാന്നറിയാത്തതുകൊണ്ട് എവിടൊക്കെയാണ് ഇത് പൂരിപ്പിച്ചു കൊടുക്കേണ്ടതെന്ന് ശ്വാസം മുട്ടുന്ന അവസ്ഥയും കൂടിയാണ്. അതുകൊണ്ടാണ് ഈ പിട്ട് തേങ്ങിടുന്ന പോലെ ഇക്കാര്യത്തെ ക്ലാരിറ്റി വരുത്തി പോണത്. അതുകൊണ്ട് ചിന്തിക്കുക, നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം സമസ്തക്കാരനായിരുന്നുവെങ്കിൽ അതാണ് സ്വർഗത്തിലേക്കുള്ള വഴിയെങ്കിൽ ഈ 5 ഔലിയാക്കളുടെ പിന്നാലെ പോയവരുടെ കൂടെ അവരുടെ നേതാവായി നിൽക്കുകയാണല്ലോ വേണ്ടത്. മറിച്ച് അവരുടെ നേതാക്കന്മാരും നൂഹ് നബിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. ഇതെന്തുകൊണ്ട് വന്നു? ഞാൻ കുട്ടിക്കാലത്ത് ഈ സൂറത്ത് നൂഹ് വായിച്ച ആളാ. എന്റെ അപ്പൻ എന്നോട് വായിക്കാൻ പറഞ്ഞു, ഞാൻ വായിച്ചു. മോനെ ഖുർആൻ പഠിക്കണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെ പഠിപ്പിച്ചു. 7 മക്കളെയും ഖുർആൻ വായിക്കാൻ പഠിപ്പിച്ചു. അതിൽ ആശയങ്ങൾ എന്താന്ന് പറഞ്ഞു തന്നു. ഞങ്ങൾ അതിലൂടെ തന്നെ ജീവിച്ചപ്പോ ഈ കാര്യങ്ങളെ വസ്തുതാപരമായി വിലയിരുത്താനുള്ള അവസരമുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ പറയുന്നു, സമസ്തയിലെ ഒരു ഉസ്താദ് സൂറത്ത് നൂഹ് ഇവിടെ വന്നിട്ട് പ്രസംഗിച്ചാൽ ഞങ്ങൾ പറയുന്ന പണിയിടും. കാന്തപുരത്ത് നിങ്ങൾ വിളിക്കാൻ വരില്ല, പേരോട് നിങ്ങൾക്ക് വരില്ല. സൂറത്ത് നൂഹ് വിവരിക്കാനും അതിന്റെ തഫ്സീർ നിങ്ങൾക്ക് പറഞ്ഞു തരാനും അതിൽ ഇബ്നു അബ്ബാസിന്റെ റിപ്പോർട്ട് പറയാനും അവരൊരിക്കലും തയ്യാറാവില്ല. എന്തുകൊണ്ടെന്നാൽ സമസ്ത കൂടാരത്തിന്റെ ആണിക്കല്ല് അടിച്ചൊടക്കണ പരിപാടിയാണ് സൂറത്ത് നൂഹ് എന്ന അധ്യായം. അതുകൊണ്ട് അത് സമസ്തക്കാർക്ക് ഒരിക്കലും ഇഷ്ടാവില്ല. കാരണം അവിടെ മാത്രം എന്നൊരാശയത്തെ വെക്കുന്നുണ്ട്. മാത്രം എന്നത് സമസ്തക്കാർക്ക് ഇഷ്ടമില്ലാത്തതാണ്. അതുകൊണ്ടാണ് മുസ്തഫ അൽ ഫൈസി ഖുർആൻ പരിഭാഷ എഴുതിയപ്പോ നിന്നെ മാത്രം എന്ന മാത്രം അദ്ദേഹം ഉപേക്ഷിച്ചത് ഞാൻ വെറുതെ പറയല്ലോ, ഒരു ആരോപണമല്ലല്ലോ. അദ്ദേഹത്തിന്റെ പരിഭാഷയിൽ ആ മാത്രമില്ല. നിന്നെ മാത്രം എന്നതെടുത്ത് നിന്നെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു, നിന്നോട് സഹായം തേടുന്നു. എന്തേ മാത്രം ഒഴിവാക്കി? അവർക്കറിയാം നിന്നെ മാത്രം എന്ന് പറഞ്ഞാൽ അല്ലാത്തവരെയും ആരാധിക്കുന്നുണ്ടെന്ന് അയാൾക്കറിയാം. അതൊരു തരം സത്യസന്ധതയും കൂടിയാണ് കേട്ടോ. അതൊരു തരം സത്യസന്ധതയും കൂടിയാണ്. കാരണം മാത്രം എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് ജീവിക്കാൻ കഴിയില്ല എന്ന് അയാൾക്കറിയാം. അതാണ് അബൂജഹലും തിരിച്ചറിഞ്ഞ്. മാത്രം എന്ന് വന്നാൽ പിന്നെ ഇബ്രാഹിം നബിയെ രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റില്ല, ഇസ്മായിൽ നബിയെ രക്ഷിക്കണേ എന്ന് പറയാൻ പറ്റില്ല, മമ്പർതങ്ങളെ കാക്കണേ എന്ന് പറയാൻ പറ്റില്ല എന്നവർക്ക്. അതുകൊണ്ടാണ് അജലൽ ആലിയത ഇലാഹു വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ നുജാബ്. മുജാഹിദുകൾക്കായിട്ടൊരു ഖുർആനൊന്നുമില്ല. 38-ാം അധ്യായം 5-ാമത്തെ വചന അതിൽ ചോദിക്കുന്നത് എന്താണ്? മുഹമ്മദ് നബി ഒറ്റ ഇലാഹാക്കി കളഞ്ഞു, വ്യത്യസ്ത ഇലാഹുകളെ. മറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ പറഞ്ഞാൽ മതിയായിരുന്നു. സമസ്തയുടെ വാദപ്രകാരം നിങ്ങൾക്ക് അല്ലാഹനെ വിളിക്കാം, അല്ലാഹ് കഴിവ് കൊടുത്ത ഔലിയാക്കളെയും വിളിക്കാം. അങ്ങനെ ഒരു ഹദീസ് റസൂലിൽ നിന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ആരെങ്കിലും ഒന്ന് തെളിവ് പറ, നിങ്ങൾ ആരെങ്കിലും ഒരു തെളിവ് പറ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നിട്ട് പറഞ്ഞു, ഏത് അല്ലാഹനെ മാത്രം എന്ന് ഞാൻ പറയുമ്പോ മരണപ്പെട്ട അമ്പിയാക്കളെ, മരണപ്പെട്ട ഔലിയാക്കളെ അവർക്ക് അല്ലാഹ് കൊടുത്ത കഴിവിൽ നിന്ന് തേടൽ പ്രശ്നമാണ്.
എന്നല്ലട്ടോ ഇസ്ലാം പഠിപ്പിക്കുന്നത് എന്ന് പറയേണ്ടത് ആരാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയല്ലേ? 23 കൊല്ലത്തിനിടയിൽ അങ്ങനെ ഒരു വിവരണം ഉസ്താദുമാർ നടത്തുന്ന പോലെ ഒരു വിവരണം അല്ലാഹ് കൊടുക്കുമെന്നും ആ കൊടുത്ത കഴിവെന്ന് തേടാമെന്നും നൂറെ അജ്മീർ വാഴക്കാട് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. യൂട്യൂബിൽ നിങ്ങൾക്ക് അത് കാണാം. അതിൽ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ ഒരു മനുഷ്യന്റെ ഉള്ളിന്റെ ഉള്ളിൽ, ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളിൽ, ഹൃദയം തന്നെ നമ്മുടെ ശരീരത്തിനുള്ളിലാണ്. ആ ഹൃദയത്തിന്റെ ഉള്ളിന് പിന്നെയും ഒരു ഉള്ള്, അതറിയുന്ന ആളാണ് ആര്? മരിച്ചുപോയ അജ്മീർ ഹാജ എന്ന് പറയുമ്പോ ഞാൻ ചോദിച്ചിരുന്നു, ഈ ആശയം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്രാഹിം നബിയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ട് പറഞ്ഞില്ല? മൂസാ നബിയെ പറ്റി പറഞ്ഞിട്ടുണ്ടോ? അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അബ്രോളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ആളാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് തന്നെ ഇബ്രാഹിം നബി നമ്മുടെ ഉള്ളിന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറിയുമെന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിലേക്ക് ചേർത്ത്, അതോ ഖലീലുള്ളയാണ്, ആകാശഭൂമികളുടെ ആധിപത്യത്തിന്റെ മഹത്വത്തെ ഇബ്രാഹിം നബിക്ക് അല്ലാഹ് കാണിച്ചു കൊടുത്തില്ലേ? ഉണ്ട്, എല്ലാം കാണിച്ചു. എന്നിട്ടും ആ ഇബ്രാഹിം നബി മനുഷ്യന്റെ ഹൃദയത്തിന്റെ ഉള്ളിന്റെ ഉള്ളറിയുമെന്ന് മുത്തുനബി 23 കൊല്ലത്തിനിടയിൽ എപ്പോഴെങ്കിലും വിശ്വസിച്ചിരുന്നോ? അബൂബക്കർ സിദ്ദീഖ് വിശ്വസിച്ചിരുന്നോ? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു വിശ്വസിച്ചിരുന്നോ? ഉസ്മാൻ ബിൻ അഫ്ഫാൻ വിശ്വസിച്ചിരുന്നോ? ഇല്ല. എന്തേ അവരുടെ ആരുടെയും വിശ്വാസം അങ്ങനെ ആകാതിരുന്നത്? അത് ചിന്തിക്കേണ്ട ഒരു പോയിന്റ് അല്ലേ? സമസ്ത പറയുന്ന ഒരു ആശയം ഒരു സ്വഹാബിക്കില്ലാതെ പോയത് എന്തുകൊണ്ടാണ്? എന്നെ ഇരുത്തി ചിന്തിപ്പിച്ച് വിഷയം പറയണേ. എനിക്ക് മനസ്സിലായതല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഗൗരവമായി അടിച്ച വാചകം നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയാൻ, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറാ. പടച്ചോനെ, രാവും പകലും വ്യത്യാസമില്ലാതെ ഞാൻ ജനങ്ങളെ ക്ഷണിച്ചു, ബൗദ്ധൈവ വിശ്വാസികളെ ക്ഷണിച്ചു, ഔലിയാക്കളെ പിന്നാലെ പോയവരെ ക്ഷണിച്ചു. പക്ഷെ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. അവരുടെ ഓടിപ്പോക്ക് വർദ്ധിപ്പിച്ചതല്ലാതെ മറ്റൊന്നുമില്ല. ശരിക്കും നൂഹ് നബിയെ വിവരിച്ച ജനത ആരാ? ഔലിയാക്കളെ പിന്നാലെ പോയവരാ. വിശുദ്ധ ഖുർആനിന്റെ ഒരു വാചകം എന്നെ ആശ്ചര്യപ്പെടുത്തുന്നു. ഖുർആനിലെ 39-ാം അധ്യായം സൂറത്ത് സുമർ 3-ാമത്തെ വചനം, അലാ ലില്ലാഹി ദീനുൽ ഖാലിസു വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ. അവിടെ എന്താ അല്ലാഹ് പറഞ്ഞത്? അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്, നിഷ്കളങ്കമായ കീഴ്വണക്കം അല്ലാഹുവിനാണ്. പക്ഷെ മിൻ ദൂനിഹി ഔലിയാ, ഔലിയാക്കൾ അല്ലാഹനെ വിട്ടിട്ട് ഔലിയാക്കളെ പിന്നാലെ പോകുന്നവർ. എന്താ അവരുടെ വാദം? അതും അല്ലാഹ് പറഞ്ഞു, അല്ലാഹുവിലേക്ക് ഈ മഹാന്മാർ ഞങ്ങളെ അടുപ്പിക്കും. കേരളത്തിലെ EKAP സമസ്തക്ക് മഹാന്മാരെ കുറിച്ച് ഈ വിശ്വാസമല്ലാതെ എന്ത് വിശ്വാസമല്ല? നിങ്ങൾ പറയുന്നത് എന്താണ്? അല്ലാഹുവിലേക്ക് ഈ മഹാന്മാർ ഞങ്ങൾ, ഇതായിരുന്നു അബൂജഹലിന്റെ വിശ്വാസം. അല്ലാഹ് പറഞ്ഞാൽ അബൂജഹലിന്റെ നിങ്ങളെയും വിശ്വാസം ഒന്നാണെങ്കിൽ അബൂജഹലിനെ നബി ബദറിൽ കൊല്ലാൻ പാടുണ്ടോ? മീകായിലിന്റെ വെട്ടേൽക്കാൻ പാടുണ്ടോ? സഹാബിയുടെ വെട്ടേൽക്കാൻ പാടുണ്ടോ? എന്നിട്ട് കാഫിറായ അബൂജഹൽ മരിക്കുവോ? അബൂജഹൽ പറയുന്നത് അല്ലാഹ് കൊടുത്ത കഴിവുകൊണ്ട് തേടുന്നത്. ആ വിശ്വാസാണ് ഇസ്ലാമെങ്കിൽ അബൂജഹൽ പറയുന്നത് ഇവരെ അള്ളാന്റെ അടുത്ത് ഞങ്ങളുടെ ശുപാർശകരാന്ന. അങ്ങനെ പറയുന്നു ഇമാം റാസി പോലെ അത് പറഞ്ഞു. സുന്നത്തിയമായത്തിൽ സുലൈമാൻ സഖാഫി മാടിയക്കലത് എഴുതി. ഏത്? അള്ളാന്റെ അടുത്ത് ഇവർ ശുപാർശ നൽകും അനുവാദമില്ലാതെ. അപ്പോഴും അള്ളാനെ വിട്ടിട്ടില്ല. അള്ളാന്റെ അടുത്ത് ഇവർ ഞങ്ങൾക്ക് ശുപാർശ നൽകും. അപ്പൊ ചിന്തിക്കുക, നമ്മൾ ശരിക്കും ആലോചിക്കുക, മക്കയിലെ അബൂജഹലിന്റെ വിശ്വാസം എന്താ? അവർ ഔലിയാക്കളെ പിന്നാലെ പോയവരാണ്, അല്ലാതെ അവർ രണ്ടവണ്ട് എന്ന് വിശ്വസിച്ചവരേ അല്ല. ഖുർആനാണ് പറയുന്നത്. അടുത്ത വാചകം. എന്നിട്ട് നൂഹ് നബി അവരോട് ചോദിക്കുന്ന ചോദ്യമാണ്. ഞാനതിന്റെ ഏറ്റവും സംക്ഷിപ്ത രൂപം പറയാം. എന്നിട്ട് അള്ളാഹിനോട് അവർ പറയണ്ടേ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത്, നാഥാ, നീ പുറത്തു കൊടുക്കുന്നതിലേക്കായി ഞാൻ അവരെ വിളിക്കുമ്പോഴൊക്കെ അല്ലാഹ് നീ പുറത്തു കൊടുക്കുന്നതിലേക്ക്, അല്ലാതെ ഇർതഖബ്തു അലൽ ഖത്താ എന്നതിലേക്കല്ല. ഇത് പാപം എന്ന വാഹനമിൽ ഞങ്ങൾ കയറിയിട്ടുണ്ട്, അറ്റമില്ലാതെ അന്യായം ചെയ്തിട്ടുണ്ട്. അങ്ങയോട് അന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബി എന്ന ഇർതഖബ്തു അല്ല. നബിയെ, അങ്ങ് ഞങ്ങൾക്ക് പുറത്തു തരണേ, അങ്ങ് പൊറുക്കാതിരുന്നാൽ എന്ന നിലക്കുള്ള പരാമർശം വിശുദ്ധ ഖുർആനിൽ ഇല്ല. ഉണ്ടെങ്കിൽ നിങ്ങൾ കാണിച്ചാൽ മതി, ഞങ്ങൾ അംഗീകരിച്ചോളാം. ഇല്ല. മറിച്ച് എന്താ പറയുന്നത്? യഗ്ഫിർ ലക്കും മിൻ ദുനൂബിക്കും, അവരുടെ പാപങ്ങൾ നീ അവർക്ക് പുറത്തു കൊടുക്കുന്നതിന് വേണ്ടി ഞാൻ നിന്നിലേക്ക്
റബ്ബിലേക്ക് അവരെ ക്ഷണിച്ചപ്പോഴൊക്കെ അവർ കാതുകളിൽ അവരുടെ വിരലുകൾ തിരുകി പതപ്പ് കൊണ്ട് കാത് മൂടി ചുറ്റിക്കെട്ടി ഒന്നും കേൾക്കാത്തവരെ പോലെ അവര് തിരിഞ്ഞുപോയി തമ്പുരാനെ പറയണേ. എന്നിട്ട് അദ്ദേഹം പറയാണ്, ആ ജനതയോട് പറയാണ്, ആ ജനതയെ വിളിച്ചിട്ട് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പൊറുക്കലിനെ തേടുക, അവൻ നിങ്ങൾക്ക് പൊറുത്തു തരും. എന്തുകൊണ്ടായിരിക്കും ഒരു പ്രവാചകൻ ലോകത്ത് വന്നിട്ട് റബ്ബിനോട് പൊറുക്കലിനെ തേടുക, ഈ പൊറുക്കലിനെ തേടുക എന്ന പണി 5 ഔലിയാക്കളോട് ചെയ്യുന്ന പരിപാടി അവിടെ ഉണ്ടായിരുന്ന ആളുകൾക്കുണ്ടായിരുന്നു. എന്തിന് അദ്ദേഹം പറഞ്ഞു, അങ്ങനെ നിങ്ങൾ റബ്ബിനോട് പൊറുക്കലിനെ തേടിയാൽ എന്ത് സംഭവിക്കും? എന്താ സംഭവിക്കുക? അദ്ദേഹം എണ്ണി അള്ളാഹുവിലേക്ക് ജനങ്ങൾ എങ്ങനെ തിരിച്ചുവിടുക, ഔലിയാക്കളിലേക്ക് ആട്ടിത്തെളിച്ച് ഉസ്താദുമാര്, നൂഹ് നബി അലൈഹിസ്സലാം ഉസ്താദുമാരുണ്ടായിരുന്നു എന്ന് അത് 24-ാമത്തെ വചനത്തിൽ കാണാം. 71-ാം അധ്യായം 24-ൽ കാണാം. ഉസ്താദുമാര് പറയണേ, നൂഹ് നബി പറയണേ, വഹാബിസം നിങ്ങൾ സ്വീകരിക്കണ്ട, നിങ്ങൾ സമസ്തയിൽ ഉറച്ചു നിന്നോളി, സമസ്തയിൽ ഉറച്ചു നിന്നോളി, നിങ്ങൾ നൂഹ് എന്ന വഹാബി പറയുന്നത് കേൾക്കണ്ട. നിങ്ങൾ പരിശോധിച്ചോ ഖുർആനിൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അവരോട് ചോദിക്കണ്ടേ, നിങ്ങൾ അല്ലാഹുവോട് പൊറുക്കലിനെ തേടിക്കോളി, അല്ലാഹ് നിങ്ങൾക്ക് പൊറുച്ചു തരും. തീർന്നില്ല, യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറ, സമൃദ്ധമായ മഴ ഇസ്തിഗ്ഫാർ നടത്തിയാൽ നിങ്ങൾക്ക് അല്ലാഹ് മഴ ചൊരിഞ്ഞു തരും. മഴയില്ലാത്തപ്പോ ഇസ്തിഗ്ഫാർ അധികരിപ്പിച്ചാൽ മതി. അടുത്ത വാചകം എന്താണ്? വയംദിദുകും ബി അംവാലിൻ വബനീന വയജഅൽ ലക്കും ജന്നാതിൻ വയജഅൽ ലക്കും അൻഹാറ. അല്ലാഹുവിനോട് നിങ്ങൾ പൊറുക്കലിനെ തേടിയാൽ അരുവികൾ ഒഴുക്കി തരും. യാ കുതുബ അഗ്ലിസ് സമാഇ വല്ലർദി യൗസഹുമാ, അരുവികൾ ഒഴുക്കുന്ന മഴ ചൊരിയുന്ന ആകാശത്തിന്റെ ഖുതുബായ മൊയ്തീൻ ശൈഖേ എന്നാണ് ഖുതുബിയത്തിലുള്ളത്. നൂഹ് നബി പറയുന്നതോ, അല്ലാഹ് മഴ തരും, അല്ലാഹ് അരുവി ഒഴുക്കും, അല്ലാഹ് സന്താനത്തെ തരും, അല്ലാഹ് പുറത്തു തരും, ഒക്കെ അല്ലാഹ് അല്ലാഹ് അല്ലാഹ്. അതെന്താ ചോദ്യം ഞങ്ങൾ ചോദിക്കുന്നത്? എന്തൊരു വഹാബിസാണ് ഈ നൂഹ് നബി പറയുന്നത്? സമസ്തയോട് എന്താ നൂഹ് നബിക്ക് ഇത്ര വെറുപ്പ്? ആ വെറുപ്പ് സമസ്ത എന്ന് പറയുന്ന പ്രസ്ഥാനം ഞാൻ നേരത്തെ പറഞ്ഞ നരകത്തിലേക്ക് ക്ഷണിക്കുന്ന കൂട്ടായ്മയാണ്. ഇത് ഇങ്ങനെ പറയാൻ പലരും ധൈര്യം കാണിക്കാത്തതിന്റെ ഒരു പ്രശ്നം കേരള മുസ്ലിം സമുദായത്തിലെ സംഘടനകൾക്കുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ദീർഘിച്ച ഭാഗം പറയുന്നില്ല. സത്യസന്ധമായി ഞാൻ നിങ്ങളോട് ഞാൻ ഉറങ്ങാത്ത ദിവസങ്ങളാണ്, ഓർത്തോർത്ത് ഇങ്ങനെ കിടക്കും. ആയിരക്കണക്കിന് ആളുകളുടെ ഫോൺ കോള് അറ്റൻഡ് ചെയ്യുന്ന ഒരു മനുഷ്യനാ ഞാൻ. എന്നെ വിളിക്കാത്ത തെറികളില്ല. എന്തിന്റെ പേരിൽ? 2 ചുണ്ടുകൾക്കിടയിൽ നാവ് തന്ന ഈ നാവ് കൊണ്ട് റബ്ബിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ, ഈ അർദ്ധവൃത്താകൃതിയിൽ നിൽക്കുന്ന ചന്ദ്രന്റെ നാഥനിലേക്ക് വിളിച്ചതിന്റെ പേരിൽ യൂലിജുൽ ലൈല ഫിന്നഹാർ വയൂലിജുൻ നഹാറ ഫിൽ ലൈൽ വശഖറ അശംസ വൽ ഖമറ കുല്ലും യജ്രി ലിഅജലിൻ മുസമ്മാ ദാലികും അല്ലാഹു റബ്ബുക്കും വല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹ് മാ യംലികൂന മിൻ കിത്മീർ. ഒരീത്തപ്പനക്കുരുവിന്റെ പട പോലും അധീനപ്പെടുത്താത്ത മഹാന്മാരിലേക്ക് ജനങ്ങളെ ക്ഷണിച്ചു കൊണ്ടുപോകുമ്പോ റബ്ബിലേക്ക് ക്ഷണിച്ചതിന്റെ പേരിൽ എന്റെ ഉമ്മാനെ ചേർത്ത് എന്റെ ഉപ്പാനെ ചേർത്ത് കായും പുകും പറയുന്ന കേരളത്തിലെ മുസ്ലിം ജനതയോട് എനിക്കൊരു വിരോധവുമില്ല, എനിക്കവരോട് ഒരു വെറുപ്പുമില്ല. മറിച്ച് ഈ വസ്തുത നമ്മൾ അംഗീകരിച്ചേ പറ്റി. എന്നിട്ട് നൂഹ് നബി അവരോട് ചോദിക്കുകയാണ്, മഴ ചൊരിഞ്ഞു തരുന്ന റബ്ബ് പോരെ നിങ്ങൾക്ക്? വെള്ളം തരുന്ന റബ്ബ് പോരെ നിങ്ങൾക്ക്? അരുവി ഒഴുക്കി തരുന്ന റബ്ബ് പോരെ നിങ്ങൾക്ക്? ആ റബ്ബിനോട് ഇസ്തിഗ്ഫാർ നടത്തിയ പോരെ നിങ്ങൾക്ക്? എന്തിനാണ് നിങ്ങൾ ഈ ഔലിയാക്കളുടെ പിന്നാലെ എന്തിനാണ് നിങ്ങൾ പോകുന്നത്? പിശാചല്ലേ നിങ്ങൾക്ക് ഇതിന് ദുർബോധനം നൽകിയത്? ആ പിശാചല്ലേ നിങ്ങൾക്ക് ഈ പ്രവൃത്തി ഭംഗിയായി തോന്നിപ്പിച്ചത്? ഇബ്ലീസ് അല്ലേ? എന്തിനാണ് നിങ്ങൾ അതിന്റെ പിന്നാലെ പോകുന്നത്? എന്നിട്ട് നൂഹ് നബി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. സഹോദരാ, നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഞങ്ങളുടെ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ പ്രസിഡന്റ് അല്ല സഹോദരാ, ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരിൽ ഫസ്ബിർ കമാ സബറ ഉലുൽ അസ്മി മിനർ റുസുൽ. അല്ലാഹ് പറയാ,
നീ ക്ഷമിച്ചോ? ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാർ ക്ഷമിച്ച പോലെ അതിൽ ഒന്നാമത്തെ ആളാ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. 950 വർഷം, അതായത് 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലീങ്ങൾ വന്ന് അതിൽ 25 പ്രവാചകന്മാരുടെ പേരെടുത്തു മൊഴിഞ്ഞ് അതിൽ 5 പേരുടെ കാറ്റഗറി ഉയർത്തി. ആ 5 പേരിൽ ഒന്നാമത്തെ ആളായ 950 വർഷം റബ്ബിലേക്ക് മാത്രം ക്ഷണിച്ച, ഒരു ദർഗയിലേക്കും ജനങ്ങളെ ആട്ടിത്തെളിച്ചു കൊണ്ടുപോകാത്ത, ഒരു വലിയ കറാമത്തും പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് സമ്പാദിക്കാത്ത നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആ നാട്ടുകാരോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ആ ചോദ്യം എന്തറിയോ? ആ ചോദ്യം എന്തറിയോ? മാലകുല്ലാ തർജൂന ലില്ലാഹി വഖാറാ. കേരളത്തിലെ സമസ്തക്കാരുടെ കാന്തപുര ഉസ്താദ് അല്ലെ ജിബ്രി മുത്തുക്കോയ തങ്ങൾ, ഞാൻ അയാളെ അധിക ദിവസവും കാണുന്ന കേട്ടോ. യാത്രയിൽ, ട്രെയിനിലെ യാത്രയിൽ അധിക സ്ഥലത്തും മുത്തുക്കോയ, മിക്ക ട്രെയിനിലും കാഞ്ഞങ്ങാടേക്കും കേരളത്തിന് അങ്ങോട്ടും. കഴിഞ്ഞ ആഴ്ച എന്നെ കണ്ട ഉച്ചയ്ക്ക് നിങ്ങൾ ഇങ്ങോട്ടാ ആദ്യം തന്നെ ഉറക്കെടുത്ത് സലാം പറഞ്ഞു എന്നോട്. ശരിക്കും ഞാൻ അങ്ങോട്ടാ പറയണ്ടേ, എന്നോട് ഇങ്ങോട്ട് സലാം പറഞ്ഞു, സലാം മടക്കി നിങ്ങളെ എങ്ങോട്ടാ ചോദിച്ചു. എന്റെ സീറ്റിൽ ഇരുന്നോളൂ, ഞാൻ ഇവിടെ ഈ ബേപ്പൂർ ഇറങ്ങി, അല്ല ഫറൂഖ് കടലുണ്ടിയിൽ ഇറങ്ങും എന്ന് പറഞ്ഞിട്ട്. പക്ഷേ 4 ആളെ കൂടെ വരുമ്പോ സലാം പറയില്ല, പറഞ്ഞാൽ മടക്കില്ല. അത് വേറെ വിഷയം. അത് ഒരു പ്രാസ്ഥാനിക ജ്വരാണ്, വേറൊന്നല്ല. ഒറ്റയ്ക്ക് ഇരിക്കുമ്പോ സലാം പറയാം. അപ്പൊ പഠിച്ചോന്റെ രക്ഷ നമുക്ക് വേണം. നാട്ടുകാരെ കൂടെ വെക്കുമ്പോ, ഖുറാഫിയുടെ കൂടെ വെക്കുമ്പോ, ഇതൊക്കെ ഞാൻ സാന്ദർഭമായിട്ട് പറയുന്നത് അറിയോ? ഇതൊക്കെയാണ്, ഈ ദിമുഖമാണ് എക്കാലഘട്ടത്തിലും ഓരോരുത്തരും കരഗതമാണ്. ഈ ദിമുഖം നമുക്ക് പാടില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ആളുകളെല്ലാം നിങ്ങൾ ചിന്തിച്ചു നോക്ക്, നിങ്ങളെ ക്ഷണിക്കുന്നത് എങ്ങോട്ടാ? അവരുടെ പ്രസംഗത്തിന്റെ സിംഹഭാഗവും എങ്ങോട്ടാ? ഇനി ഈ സമസ്തപ്പെട്ട ഏതെങ്കിലും ഒരു പണ്ഡിതനെ മുജാഹിദുകളോട് നൂഹ് നബി അലൈഹിസ്സലാം ചോദിച്ച ഈ ദൈവത്തിലെ കാതലായ ചോദ്യം ഞങ്ങളോട് നിങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഈ 100 കൊല്ലത്തിനിടയിൽ നിങ്ങൾ 100ാം വാർഷികം കൊണ്ടാടുകയാണല്ലോ ഫെബ്രുവരിയിൽ, അല്ലെ ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് നിങ്ങളുടെ സമ്മേളനമാണല്ലോ. ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ സുഹൃത്തെ, നിങ്ങൾക്ക് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ ഞങ്ങളോട്? മാലകുല്ലാ തർജൂന ലില്ലാഹി വഖാറാ. അല്ലാഹ് എന്താ ഒരു ഗാംഭീര്യം കാണാത്തത് എന്ന് നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കേണ്ടി വന്നിട്ടുണ്ടോ? നേരെ മറിച്ച് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ ചോദിച്ച ചോദ്യം ഞങ്ങൾ പകര അഹ്സനോട് ചോദിക്കുന്നു, നൗഷാദ് അഹ്സനോട് ചോദിക്കുന്നു, അബ്ദുറഹ്മാൻ സഖാഫിയോട് ചോദിക്കുന്നു, അബ്ദുൽ സമദ് സഖാഫിയോട് ചോദിക്കുന്നു, സുലൈമാൻ സഖാഫിയോട് ചോദിക്കുന്നു, പേരോട് സഖാഫിയോട് ചോദിക്കുന്നു. മാലകുല്ലാ തർജൂന ലില്ലാഹി വഖാറാ. അല്ലാഹ് എന്താ ഒരു ഗാംഭീര്യം കാണാത്തത്? ഞാൻ ചോദിക്കുന്നത്, 950 വർഷം ദഅവത്ത് നടത്തിയ നൂഹ് നബി ആരോടാ ചോദിക്കണേ? ഔലിയാക്കളെ പിന്നാലെ പോയവരോട്, ഔലിയാക്കളെ പിന്നാലെ പോയവരോട്. കാരണം അവര് അല്ലാഹനെ ഇവർക്ക് ആർക്കെങ്കിലും അഭിപ്രായം ഉണ്ടോ? ആ 5 ഔലിയാക്കൾ ഔലിയാക്കളല്ല. അങ്ങനെയാണ് KV മുഹമ്മദ് മുസ്ലിയാർ കൂട്ടനാട് അദ്ദേഹത്തിന്റെ 5 വോള്യം പരിഭാഷയിലെ 5ാം വോള്യത്തിൽ സൂറത്ത് നൂഹിന്റെ പരിഭാഷയിൽ അണ്ടർലൈൻ ചെയ്ത് എന്നിട്ട് പറയുന്നത്, അവിടെ പറയുന്നത് ഇബ്നു അബ്ബാസ് തങ്ങള് പറഞ്ഞു. ആയിക്കോട്ടെ, ഇബ്നു അബ്ബാസ് പറഞ്ഞല്ലോ റളിയല്ലാഹു തആല അൻഹു, എന്ത് ഒരു സ്വാലിഹീങ്ങളായ ഔലിയാക്കളായിരുന്നു. അപ്പൊ ഔലിയാക്കളെ പിന്നാലെ പോകുന്ന പരിപാടി, ആ പരിപാടിയെ ഇസ്ലാം അംഗീകരിച്ചിട്ടില്ല. ഔലിയാക്കളെ അംഗീകരിച്ചിട്ടുണ്ട്. ഔലിയാക്കളെ ഇലാഹാക്കി അല്ലാഹുവിനേക്കാൾ ഉയർത്തി അവരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന ലോകത്തിലെ ഏറ്റവും വലിയ കുഫർ പറഞ്ഞ് അങ്ങനെ ജീവിക്കാൻ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്. നിങ്ങൾ ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇനി എന്റെ ചിന്തക്കാണോ കുഴപ്പം, അതും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അത് കാരണം നിങ്ങളൊക്കെ ചിന്തിച്ചു പറയുമ്പോ ചിലപ്പോ എന്റെ ചിന്തയാണോ തെറ്റിയത് അറിയില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രി പദത്തിൽ ഇരുന്ന ഒരു കാര്യം പറയുന്നു, ഒരു തുണ്ട് ഭൂമിയില്ലാത്തൊരു യാചകൻ വലിയ വർത്താനം പറയുന്നു. ഇതിലേതാണ് ഏറ്റവും കുറ്റകരം? ഇപ്പൊ ലോകം മുഴുവനും ഭരിച്ച ഒരു ചക്രവർത്തി, വലിയ സാമ്രാജ്യം ഭരിച്ച ഫിറഔൻ. ഞാൻ എന്റെ ചിന്ത നട്ടോ പറയുന്നത് തെറ്റുണ്ട്, നിങ്ങൾ ക്ഷമിക്കുക. നൈൽ നദി എന്റെ മുമ്പിലൂടെയല്ലയോ? ചെങ്കടൽ എന്റെ മുമ്പിലൂടെയല്ലയോ? ഈ ആകാശത്തിന്റെ ചുവട്ടിൽ മിക്ക ഭൂമിയും എന്റെ കാൽച്ചുവട്ടിലല്ലയോ? ഇതായിരുന്നു ഫിറഔൻ. അപ്പൊ ഫിറഔൻ ഇങ്ങനെ ഒരു ഭരണകൂടം ഉണ്ടായിട്ട്, ആ ഭരണകൂടവും ഇതെല്ലാം ഉണ്ടാവുമ്പോ മനുഷ്യൻ എന്തുണ്ടാവും? അഹങ്കാരം ഉണ്ടാവും. സ്വാഭാവികല്ലേ? ഒരു വലിയ ലോകം ഭരിക്കുന്ന ഒരു ചക്രവർത്തിക്ക് ഇത് ഉണ്ടാവൂലേ? MLAക്ക് വരെ അഹങ്കാരമുള്ള ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. പിന്നല്ലേ വലിയൊരു ലോകം ഭരിക്കുന്ന ഭരണാധികാരി ആ അഹങ്കാരത്തിൽ നിന്നിട്ടാണ് എന്ത് പറയുന്നത്? ഞാനാണ് പരമോന്നതനായ റബ്ബ്. ഒരു തുണ്ട് ഭൂമിക്ക് അവകാശമില്ലാത്ത CM അടവൂരും പറയുന്നത് ഞാനാണ് അല്ലാഹ്. അപ്പൊ ആർക്കാണ് കൂടുതൽ കുറ്റം? ചിന്തിക്ക്.
ലോകം മുഴുവനും ഭരിക്കാൻ അവകാശം കിട്ടി ഫിറൗന് എന്ന് പറഞ്ഞാല് അന്ന് അദ്ദേഹത്തിന്റെ ബൗണ്ടറി വിശാലമാണ്. ഇന്ത്യയിൽ നിന്നാണ് 50 സാഹിറന്മാരെ, അപ്പൊ ഇന്ത്യയുമായി കണക്ഷൻ ഉള്ള ആളായിരുന്നു ഫിറൗന്. ഞാൻ വെറുതെ പറയില്ല, 50 സാഹിറന്മാരെ മൂസാ നബിയുമായി മത്സരിക്കാൻ ഈ നാട്ടിൽ നിന്ന് കൊണ്ടുപോയി. ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും 5000 മജീഷ്യന്മാരെ ഫിറൗൻ ചെലവ് കൊടുത്ത് അവിടുത്തെ ഏറ്റവും ബെറ്ററായ റൂം താമസിപ്പിച്ച് എല്ലാ ചെലവും കൊടുത്ത് 50 പേര് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അത്ര വലിയൊരു ചക്രവർത്തിയാ പറയുന്നത്. എന്ന ഒരു തുണ്ട് ഭൂമി ഭരിക്കാത്ത, കാല് മുറി വന്ന് പഴുത്ത് ദ്രവിച്ച്, കാത് പഴുത്ത് ദ്രവിച്ച്, കണ്ണ് കാണാതെ ഷുഗർ ബാധിച്ച് ഒരു മഹാരോഗി, ഒരു തുണ്ട് ഭൂമിക്ക് അവകാശമില്ലാത്ത ഒരാൾ, 6 അടി മണ്ണ് കബറ് മാത്രം അവകാശമുള്ള CM മടവൂരും പറയണേ അനല്ലാ, ആരാണ് ഏറ്റവും വലിയ പാപി? ഞാൻ പലപ്പോഴും ചോദിക്കുമ്പോൾ നമ്മുടെ ബെഞ്ചിൽ ഇരിക്കുന്നവർക്ക്, സ്റ്റേജിൽ ഇരിക്കുന്നവർക്ക് വരെ ചിലത് ഉൾക്കൊള്ളാൻ കഴിയില്ല. പക്ഷെ തലച്ചോറ് ശരിക്ക് വർക്ക് ചെയ്യട്ടെ. തലച്ചോറ് ഇടക്കിടക്ക് ഒരു മതിൽ മെൽറ്റൊന്ന് മുട്ടി കൊടുത്താൽ മതി. കാരണം ഏതെങ്കിലും ഞരമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടെടുക്കണ്ടാവും. ചിന്തന്റെ ഞരമ്പ് റെഡിയാക്കാൻ ഞാൻ ഇടക്കിടക്ക് ഇങ്ങനെ ആക്കാറുണ്ട്. എപ്പോഴെങ്കിലും വല്ല ലൂസ് കോണ്ടാക്ട് ഉണ്ടെങ്കിൽ ഒന്ന് ക്ലിയർ ആക്കി തീർച്ചയായും ഒന്നും കൂടെ നോക്കിയാൽ മതി. തലച്ചോറ് നിങ്ങൾ ചിന്തിക്കും. ഞാൻ പറയുന്നത് ഫിറൗൻ എവിടെ നിൽക്കുന്നു? അത് അഹങ്കാരം. ആ അഹങ്കരിക്കാൻ പോലും അവകാശമില്ലാത്ത ഒരു മനുഷ്യൻ പറയാം ഞാനാ അല്ലാഹ്. എന്നിട്ട് അത് ദീനായി കൊണ്ടെടുക്കുക, അത് ഇൽമായി കൊണ്ടെടുക്കുക നമ്മുടെ സമുദായം. ഞാൻ പറയുന്നത് റമദാനിൽ എത്തുന്നതിന് മുമ്പ് തൗഹീദ് സ്വീകരിച്ചിട്ട് റമദാനിൽ എത്തിക്കൂടെ. അതുകൊണ്ട് ഈ പരിപാടി എന്തുകൊണ്ടും വളരെയേറെ ശ്രദ്ധേയമായ ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്നെ ആശ്ചര്യപ്പെടുത്തിയൊരു കാര്യം എന്താ പറയുക. ഇപ്പൊ പകരാഹ്സനെയാകട്ടെ, നൗഷാദ് ഹസനെയാകട്ടെ, CM മടവൂരിന്റെ കറാമത്ത് ഇങ്ങനെ വിവരിച്ച് നടക്കുകയാണ്. അപ്പൊ അത് കേൾക്കുന്ന ഒരു വ്യക്തി CM മടവൂരിന്റെ കറാമത്ത് ഇങ്ങനെ കേൾക്കുന്നതോറും പടച്ചോനോട് അടുക്കുകയാണോ ചെയ്യുക, CM-ലേക്ക് അടുക്കുകയാണോ ചെയ്യുക? ഒന്ന് കോമൺ സെൻസ് ഉപയോഗിച്ച് ഒന്ന് പറഞ്ഞു മനുഷ്യന്മാരെ, എന്താ ഉണ്ടാവുക? ഒരു സൗന്ദര്യവതിയായ പെണ്ണിനെ കുറിച്ച് ഒരു കൂട്ടുകാരൻ വിവരിക്കുക. ഈ കൂട്ടുകാരനാകട്ടെ ഈ പെണ്ണിനിട്ട് കണ്ടിട്ടില്ല. എന്നും ഇവൻ അവളുടെ സൗന്ദര്യവും പ്രത്യേകതയും പിരികവും ചുണ്ടും കവിളും ഒക്കെ വിവരിക്കുകയാണെങ്കിൽ ഇവന്റെ മനസ്സിൽ ഓളെ കാണണമെന്നാണോ, ഓളായിട്ടുള്ള ചിന്തയാണോ ഉണ്ടാകുക, അല്ല വേറെ ഏതെങ്കിലും ചിന്തയാണോ ഉണ്ടാകുക? നിങ്ങൾ ചിന്തിച്ചാൽ ഒരു 100 കൊല്ലം സമസ്ത CM മടവൂരിനെ ഔലിയാക്കളെ, കറാമത്ത്, മൊയ്തീൻ ശൈഖ് തുടങ്ങിയ ആളുകളെ പറ്റി ഇതാണല്ലോ പറയുന്നത്. അപ്പൊ ജനങ്ങൾക്ക് അല്ലാഹുവായിട്ടാണോ കൂടുതൽ അടുപ്പുണ്ടാകുക? ഇവരെ മഹത്വത്തിലായിരിക്കും ജനങ്ങൾ അഭിരമിക്കുക? നിങ്ങൾ തന്നെ പറഞ്ഞോളൂ, നിങ്ങൾ ചിന്തിക്കൂ. മുജാഹിദുകാരെ ഈ ഇരിക്കുന്ന ആളുകളൊക്കെ അവർക്ക് ഏറ്റവും വലിയ കോണ്ടാക്ട് റബ്ബായിട്ടാണ്. എന്തുകൊണ്ടാ അങ്ങനെ പറയാ? വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ പല ആക്ഷേപം കേട്ടാണ്. ഇപ്പോ എപ്പോഴും പറയുന്ന ഒരു പോയിന്റ് ആണ്, ആവർത്തിക്കാണ്. എവിടെയൊക്കെ പ്രസംഗം കേട്ടിട്ട് താടി വെച്ചവരെ എനിക്കറിയാം, നരേണിന്റെ മേലെ തുണി കൊടുത്തവരെ എനിക്കറിയാം, സിനിമ എന്നേക്കുമായി നിർത്തിയവരെ എനിക്കറിയാം, അതുപോലെ പ്രേമം ഒഴിവാക്കിയവരെ എനിക്കറിയാം, ഭാര്യയെ തല്ലൽ നിർത്തിയവരെ എനിക്കറിയാം, മൊയ്തീൻ ശൈഖിനെ വിളിച്ചേ നിർത്തിയ എനിക്കറിയാം. പക്ഷെ എന്റെ പ്രസംഗം കേട്ട് ജിന്നെ രക്ഷിക്കണേ എന്ന് പറഞ്ഞ ഒരാളെയും ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. ഉണ്ടോ? നിങ്ങൾ എണീറ്റ് എന്ന് പറയും നിങ്ങളെ പ്രസംഗം കേട്ടപ്പോട്ടോ ഞാൻ ശ്രീധരൻ ഒഴിവാക്കി, നിങ്ങളെ പ്രസംഗം കേട്ടപ്പോട്ടോ ഞാൻ സൗദിയിൽ മരുഭൂമി പോയപ്പോ ജിന്നിനെ വിളിച്ചെന്നാരെങ്കിലും പറയും? ഇല്ല. കാരണം അങ്ങനെ ഒരു പ്രബോധനം മുജാഹിദ് പ്രസ്ഥാനത്തിൽ ഇല്ലാത്തത് കൊണ്ട് തന്നെ ആരും അത് കേൾക്കാറില്ല. പിന്നെ എന്തേ ഉള്ളൂ? മരുഭൂമി ആയാലും വിജനായാലും ജനായാലും വിളിക്കേണ്ടത് റബ്ബിനെയാണെന്നുള്ളതാണ് നമ്മുടെ ദേവത. ഇവിടെ ഞാൻ പറയുന്നത് നൂഹ് നബി പറയാൻ, എന്നിട്ട് അവരോട് ചോദിക്കണത് നിങ്ങൾ എന്താണ് ഈ മഹാന്മാരെ മഹത്വം പറഞ്ഞിങ്ങനെ നടക്കണേ, ഔലിയാക്കളെ വാഴ്ത്തിങ്ങനെ നടക്കണേ? അക്കൂട്ടത്തിൽ ഇതെങ്ങനെയാണ് സിമ്പിൾ ചെയ്യേണ്ടത് എനിക്കറിയില്ല. നിങ്ങളുടെ റബ്ബിനെ നിങ്ങൾ മറന്നു പോവുകയാണല്ലോ. നിങ്ങൾക്ക് സമൃദ്ധമായ മഴ ചൊരിഞ്ഞു തരുന്ന, നിങ്ങൾക്ക് വെള്ളം നൽകുന്ന, അരുവികൾ ഒഴുക്കി തരുന്ന, സന്താനങ്ങൾ നൽകുന്ന, സമ്പത്ത് നൽകുന്ന റബ്ബിനെയൊക്കെ മറന്ന് ഇതൊന്നും തരാത്ത മരിച്ചുപോയ 5 ഔലിയാക്കളെ പിന്നാലെയാണല്ലോ നിങ്ങൾ പോകുന്നത്. എന്നിട്ട് നൂഹ് നബി ഈ അള്ളാഹുന് നിങ്ങളുടെ ഒരു ഗാംഭീര്യവും കാണുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് പിന്നെ ചോദിക്കണെന്നറിയോ? എങ്ങനെയുള്ള അള്ളാഹു? പിന്നെ അള്ളാഹുലേക്കാണ് ക്ഷണിക്കണേ. ശരിക്കും ശ്രദ്ധിക്കൂ മനുഷ്യരെ. അലം തറ കൈഫ ഖലഖല്ലാഹു സബ്അ സമാവാതിൻ തിബാക.
അല്ല, 7 അടുക്കുകളായി 7 പാളികളായി അള്ളാഹു ആകാശത്തെ സൃഷ്ടിച്ചത് നിങ്ങൾ കാണുന്നില്ലേ? നോക്കൂ, അള്ളാഹ്, അതായത് നിങ്ങൾ അള്ളാഹ്ക്ക് ഒരു ഗാംഭീര്യം കാണുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് എങ്ങനെയുള്ള അള്ളാഹു സമാവാത്തിൻ തിബാക 7 ആകാശത്തെ അടുക്കുകളായി സൃഷ്ടിച്ച അള്ളാഹു വജാലൽ ഖമറ ഫീഹിന്ന നൂറൻ വജാല ശംസ സിറാജാ, അതെ, അവയിൽ സൂര്യനെ ഒരു വിളക്കും ചന്ദ്രനെ ഒരു പ്രകാശവുമാക്കിയ റബ്ബ്. 16ാമത്തെ വചനമാണ്. അടുത്തതോ വല്ലാഹു അംബതകും മിനൽ അർളി നബാതാ, ഭൂമിയിൽ നിന്ന് നിങ്ങളെ ഒരു മുളപ്പിച്ച അല്ലാഹു സുമ്മ യുഗീദുകും ഫീഹാ വയുഖ്രിജുകും ഇഖ്റാജാ, പിന്നീട് അവൻ നിങ്ങളെ അതിലേക്ക് മടക്കി വീണ്ടും അതിൽ നിന്ന് നിങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. വല്ലാഹു ജഅല ലക്കുമുൽ അർള ബിസ്വാതാ, അല്ലാഹു ഭൂമിയെ നിങ്ങൾക്കായി വിശാലമായ വിരിപ്പാക്കി തന്നു. ലിതസ്ലുകൂ മിൻഹാ സുബലൻ ഫിജാജാ, അതിൽ വിശാലമായ വഴികളിലൂടെ നിങ്ങൾ നടത്തിച്ചു. ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, നൂനബിയുടെ ഈ പ്രസംഗം ഔലിയാക്കളിലേക്കാണോ ജനങ്ങൾ അടുപ്പിക്കുക, അള്ളാഹുലേക്കാണോ അടുപ്പിക്കുക? മനുഷ്യരെ മദ്രസ കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കുന്ന പോലെ പഠിപ്പിക്കുക. എനിക്ക് ഭയങ്കരമായ നെഞ്ചുവേദന വരെ ഇടയ്ക്ക് ഇങ്ങനെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോ അപ്പൊക്കെ ഞാൻ പറയും, നെഞ്ചിന്റെ താളം തെറ്റി പോരുതേ. എന്താ കാരണം? ഇത്ര സിമ്പിളായ അള്ളാഹ് ഖുർആനിൽ വിശദീകരിച്ചിട്ട് നൂനബി അലൈഹിസ്സലാം ഒരു വലിയന്റെ മാത്രം, ആദം നബിന്റെ കുറെ പ്രത്യേകതകൾ പറഞ്ഞ പോരെ? ആദം നബിന്റെ കുറെ ഫളായിൽ ഇങ്ങനെ പറഞ്ഞു നടന്നാ പോരെ? പടച്ചവനെ പറ്റി പറയണോ? നൂനബി 950 വർഷത്തിൽ ഒരു മൈക്രോ സെക്കൻഡ് ഒരു വലിയന്റെ മാത്രം പറയാൻ എടുത്തിട്ടില്ല. ചിന്തിച്ചിട്ടുണ്ടോ നിങ്ങള്? എന്തുകൊണ്ട് എടുത്തില്ല? നിങ്ങളോ നിങ്ങളെ ലൈഫ് മുഴുവനും ഔലിയാക്കളെ പറ്റി പറയണം. നിങ്ങൾക്ക് അള്ളാഹിനെ പറ്റി എന്താ? അതായത് നിങ്ങൾ ഈ പറയുന്ന മാവ് നിങ്ങൾക്ക് മൊയ്തീൻ ശൈഖ് തന്നല്ല, നിങ്ങൾ ഈ പറയുന്ന കഴിവ് നിങ്ങൾക്ക് മൊയ്തീൻ ശൈഖ് തന്നല്ല, നിങ്ങൾക്ക് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ തന്ന റബ്ബാ. നിങ്ങൾ ഒരു ഭാഗത്ത് നിങ്ങൾ ചെറിയ തോതിൽ അംഗീകരിക്കും, എന്നിട്ട് ആ റബ്ബിനോട് നിങ്ങൾക്ക് കടപ്പാട് കുറഞ്ഞു വരുന്നേ. എന്തൊരവസ്ഥയത്! ഇതെന്തൊരവസ്ഥയാണ്! നമ്മൾ പറയല്ലോ, സാധാരണ സിമ്പിളായ ഒരു ഉദാഹരണമാണ്. കൂറ് അവിടെയും ചോറ് ഇവിടെയും. അല്ലാഹു സുബ്ഹാനഹു സൂറത്തുൽ ലുഖ്മാൻ സാന്ദർഭികമായി എടുത്തുദ്ധരിക്കുകയാണ്. സൂറത്തുൽ ലുഖ്മാനിലെ ഒരു ചോദ്യമുണ്ട്. ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹാ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ ഫഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ കരീം ഹാദാ ഖൽഖുല്ലാഹ്. അടുത്ത എന്താ? ഫാറൂനി മാദാ ഖലഖല്ലദീന മിൻ ദൂനി ഫാറൂനി. എന്താ പറയുന്നറിയോ? അവലംബങ്ങളില്ലാതെ ആകാശത്തെ നാട്ടി നിർത്തിയ അല്ലാഹ്, ഭൂമി നിങ്ങളെയും കൊണ്ട് ഇളകാതിരിക്കാൻ പർവ്വതങ്ങളെ ആണികളാക്കിയ അല്ലാഹ്. ശരിക്കും ഞാനിങ്ങനെ ചിന്തിക്കണേ, അതായത് ആകാശത്തെ നാട്ടി നിർത്തിയത് അല്ലാഹ്, ഭൂമിയിൽ പർവ്വതം ഉണ്ടാക്കിയത് റസൂൽ. ഇങ്ങനെ ഒരു പരാമർശം ഉണ്ടോ ഖുർആനിൽ? ഇല്ല. എന്തല്ലാത്ത റസൂലിനൊരു പങ്കുല്ല. റസൂൽ വരുമ്പോ പർവ്വതമുള്ള നാട്ടിലാ ജനിച്ചേ. നബി ജനിച്ചതന്നെ പർവ്വതമുള്ള നാട്ടിലാ. അപ്പൊ പിന്നെ ആ പർവ്വതം നിർമ്മിച്ച നബി ആവൂലല്ലോ. ശ്രീരാമൻ ജനിച്ചത് തന്നെ പർവ്വതമുള്ള ഇടത്തില, വെള്ളമൊഴുകുന്ന അരുവിയുള്ള ഇടത്തില. ദശരഥ മഹാരാജാവിന് ശാപം കിട്ടി. അങ്ങനെയാ. ഞാൻ അതിലേക്കൊന്നും പോണില്ല. ഇവിടെ മുസ്ലിങ്ങൾ നമ്മളിപ്പോ ക്യാൻവാസ് ചെയ്യുന്നില്ല. ഞാൻ പറയുന്നത് ശരിക്ക് ചിന്തിക്കാൻ വേണ്ടിയേ പറയുന്നത്. നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈ അനുഗ്രഹങ്ങളൊക്കെ എണ്ണി പറഞ്ഞു. ഇനി ഞാൻ പറയണ നിങ്ങളൊന്ന് ചിന്തിക്കും. അല്ലാഹ് ചെയ്ത്, അതുകൊണ്ടാണല്ലോ ഖുർആൻ അവിടെ ചോദിക്കുന്നത്, ഹാദാ ഖൽഖുല്ലാഹ്, ഇതൊക്കെ അല്ലാഹ് മഴ ചൊരിഞ്ഞ അള്ളയാണ്, പച്ചക്കറി മുളപ്പിക്കുന്ന അള്ളയാണ്. ഫൽയൻദുറിൽ ഇൻസാനു ഇലാ തുആമി അന്ന സബബനൽ മാഅ സബ്ബ സുമ്മ ശഖഖനൽ അർള ശഖ ഫഅംബത്നാ ഫീഹാ ഹബ്ബൻ വഗീനബ വഖൽബ വസൈതുനൻ വനഖല വഹദായിക ഗുൽബ വഫാകിയതുൻ വഅബ്ബ അതാഅ ലക്കും വലിയനാമിക്കും. 80 അധ്യായമാണ്, 24 മുതലുള്ള വചനമാണ്. ഈ വചനത്തിൽ പറയുന്നത് ഭൂമിയിൽ പച്ചക്കറികള്, ധാന്യങ്ങള്, ഫ്രൂട്ടുകള്, ചോളം, അങ്ങനെ പലതും, പയറുവർഗ്ഗങ്ങള്, ഇതൊക്കെ തന്നതിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല സംസാരിക്കുക. ഇതൊക്കെ തന്ന റബ്ബാന്ന് പറയാ. എന്നിട്ട് റബ്ബ് ചോദിക്കുന്ന ചോദ്യം എന്തറിയോ? ഹാദാ ഖൽഖുല്ലാഹ്, ഇതൊക്കെ അല്ലാഹുവിന്റെ സൃഷ്ടിയാണ്. ഫാറൂനി, സമസ്തക്കാരെ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ. മാദാ ഖലഖല്ലദീന മിൻ ദൂനി, അള്ളാഹ്ക്ക് പുറമെ നിങ്ങൾ വിളിക്കണ ഔലിയാക്കള്, നിങ്ങൾ വിളിക്കണ അമ്പിയാക്കള്, മരണപ്പെട്ടവരെ സൃഷ്ടിച്ച എന്തെങ്കിലും ഒന്നുണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കാണിച്ചു തരൂ.
ഇങ്ങനൊരു പ്രസംഗം കാന്തപുര ഉസ്താദ് മരിക്കണതിനിടക്ക് നടക്കുവോ? ജിഫ്രി മുത്തുക്കോയ്കൾ നടത്തുവോ? അല്ലെ, കാരണം ഇങ്ങനെ ഒരു പ്രസംഗിച്ചാൽ അള്ളാന്റെ അടുത്തേക്ക് ആളെ കിട്ടൂ, ഖബറിലേക്ക് ആളെ കിട്ടൂല, ദർഗന്റെ നേരെ ആളെ കിട്ടൂ. ഈ ആയത്ത് ഉപയോഗിച്ച് പ്രസംഗിച്ചാൽ, സമസ്തക്കാര് പ്രസംഗിച്ചാൽ ദർഗന്റെ നേരെ ആളെ കിട്ടുവോ? കിട്ടൂലേ? ഔലിയ, നിങ്ങൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചോ, എല്ലാരും ശ്രദ്ധിക്കണം. ഇപ്പൊ മൊയ്തീൻ ഷെയ്ഖിന് വാല്യൂ ഇല്ല, ശ്രദ്ധിച്ചോ? മൊയ്തീൻ ഷെയ്ഖ് ഇപ്പൊ അപൂർവമായിട്ട് പറയപ്പെടുന്ന ഒരാളാണ്. നിങ്ങളൊക്കെ ചെറുപ്പകാലത്ത് ഏറ്റവും കൂടുതൽ പറയപ്പെട്ട മൊയ്തീൻ ഷെയ്ഖിനെയാണ്. ഇപ്പൊ മൊയ്തീൻ ഷെയ്ഖിനെ പറയാത്തറിയോ? അതിന്റെ ഫണ്ട് അങ്ങ് ബഗ്ദാദിലാ, ഇവിടെ കിട്ടൂല. ഇവിടെ കിട്ടുന്ന എന്താണ്? മൊയ്തീൻ ഷെയ്ഖിന്റെ, നിങ്ങളെ തൊട്ടടുത്തുള്ള ദർഗന്റെ, ഈ പരിസരത്തുള്ള ദർഗ, അതേ കേരളക്കാർക്ക് കിട്ടുള്ളൂ, അല്ലാതൊക്കെ വേറെ പോകും. എന്നിട്ട് എന്താണ്? അജ്മീർ ദർഗയിലേക്ക് ക്ഷണിക്കുന്നതിന് പകരം പാവങ്ങളുടെ മദീനയാണ് വായക്കാട്ടെ നൂറെ അജ്മീർ എന്നാ പറയുന്നത്. അജ്മീറിൽ പോയാൽ മദീനക്ക് പോയതിന് തുല്യാണ്. എന്താ കാരണം? അവിടേക്ക് ആള് വരണം, മദീനയിലേക്ക് പോകുന്ന ആള് പോലും. കാരണം മദീനയിലേക്ക് ഫ്ലൈറ്റ് ടിക്കറ്റിന് പൈസ വേണം, അവിടെ താമസിക്കാൻ പൈസ വേണം. പക്ഷെ അവിടെ ദർഗയിൽ എന്ത് വേണ്ട? പൈസ വേണ്ട. ഓരി വെച്ചിട്ട് ഉസ്താദുമാർക്ക് അതിന്റെ കമ്മീഷനും കിട്ടുന്നില്ല. അപ്പൊ എന്ത് പറയണം? മദീന ഉണ്ടല്ലോ, ആ മദീനക്ക് തുല്യാണ് അജ്മീർ എന്ന് പറയാം. അത് പ്രസംഗിച്ചാളാ, ആ ക്ലിപ്പ് സോഷ്യൽ മീഡിയയിൽ ഓടുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പൊ കിട്ടും. ചിന്തിക്കാൻ വേണ്ടിയാ പറയുന്നത്. എന്തുകൊണ്ട്? കച്ചവടാണ്, മതവ്യവസായമാണ്. അള്ളാഹുലേക്ക് ക്ഷണിച്ചാ പിന്നെ ഈ സമസ്തക്കാരുണ്ടാവോ? ഉണ്ടാവോ? ഞാൻ പറയട്ടെ, ഒരു 5 കൊല്ലം തുടർച്ചയായി റബ്ബിലേക്ക് മാത്രമായിട്ട് ക്ഷണിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഒറ്റ ദർഗയും പിന്നെ ഉണ്ടാവില്ല, ഒരൊറ്റ ദർഗയും കേരളത്തിലുണ്ടാവില്ല. ശരിക്കും പണ്ട് പ്രസംഗിച്ചപ്പോ, അത് ഞാൻ ഇവിടെ തന്നെ പ്രസംഗിച്ചേ, ഈ പുത്തൻതാണി പരിസരത്ത്. അതെന്താ പറയുന്നത്? ദർഗല്ലേ സമസ്തല്ല, സമസ്തല്ലേ ദർഗല്ല. ദർഗോ സമസ്തോ സുഖിനോ ഭവന്തു. എന്താണ്? ദർഗോ സമസ്തോ സുഖിനോ ഭവന്തു. ദർഗയും സമസ്തയും സുഖമായി ഭവിക്കട്ടെ. അവിടെയുള്ള അങ്ങനെയുള്ള ഒരു വിശ്വാസം ആചാരമായിട്ടാണ് ഇവർ കഴിഞ്ഞുകൂടുന്നത്. അതുകൊണ്ട് നിങ്ങൾ നോക്ക്, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുന് വക്കാറത്ത് കാണുന്നില്ലേ എന്ന് ചോദിച്ചിട്ട് ഭൂമിയെ അള്ള വിരിപ്പാക്കിയതും ആകാശത്തെ നാട്ടു നിർത്തിയതും മഴ ചൊരിഞ്ഞു തരുന്നതും നമ്മളെ ജീവിപ്പിക്കുന്നതും നമ്മളെ മരിപ്പിക്കുന്നതും ഒക്കെ റബ്ബാന്ന് പറഞ്ഞു. എന്നിട്ടോ അവർ അന്നത്തെ സമസ്ത നേതാക്കന്മാർ, പുരോഹിതന്മാർ, അവര് ചില തന്ത്രങ്ങൾ ഉപയോഗിച്ചു. എന്നിട്ട് എന്താ അവര് പറഞ്ഞു? ഇന്നത്തെ ഉസ്താദുമാര് പറയുന്ന പോലെ തന്നെ എന്റെ ഞാൻ ഖുർആൻ നാട്ടം ഉദ്ധരിക്കുന്നത് എന്റെ വകയല്ല. 71-ാം അധ്യായം 23-24 വചനം. എന്താ വചനം? വഖാലു لا تذرن هاليتكم ولا تذرن ودا ولا سواء ولا يغوث ويهوك ونسرا. എന്താ അവരുടെ നേതാക്കന്മാര് പറയുന്നത്? അന്നത്തെ സമസ്ത ഉസ്താദുമാര് പറയുന്നത്, നിങ്ങളുടെ ഈ വദ്, ഈ 5 ഇലാഹുകളെ, ഈ ഔലിയാക്കളെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. വദ്ദിനെയും സുവാഹിനെയും യഹൂസിനെയും യഹൂക്കിനെയും നസ്റിനെയും നിങ്ങൾ ഉപേക്ഷിക്കരുത്. ശരിക്ക് ചിന്തിക്ക്, സമസ്തയുടെ ദൈവത്ത് എന്താ? സമസ്തയുടെ ദൈവത്ത് എന്താ? റമളാനിലെ ഇവിടെ നിഷാദ് സലഫി ബദരീങ്ങളാണ്ട് ക്ഷണിച്ചു. ശരിക്കും ബദരീങ്ങൾ ദുആ ചെയ്ത് പടച്ചോനോടാ, ഇത് തസ്തഈസൂന റബ്ബക്കും ഫസ്തജാബ ലക്കും അന്നി മുമിദ്ദുക്കും ബിഹൽഫി മിനൽ മലായികത്തി മുർദിഫീൻ. 8-ാം അധ്യായം 9-ാമത്തെ വചനം. പടച്ചോനോട് ഇസ്തിഗാസ നടത്തി. നിങ്ങളോ ബദർ ദിനത്തിൽ ബദരീങ്ങളോട് ഇസ്തിഗാസ. ഇതിനെവിടെയാ തെളിവ്? ഈസാ നബിയെ കുരിശിലേറ്റുമ്പോ ഈസാ നബി പറയുന്നത്, കർത്താവേ കർത്താവേ, കഴിയുമെങ്കിൽ ഈ കുരിശാകുന്ന പാനപാത്രം അങ്ങനിൽ നിന്ന് ഉയർത്തിയാലും എങ്കിലും എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടമാണ് നടക്കുന്നത്. ഏലി ഏലി ലമ്മ സബക്താനി. മാർക്കോസിന്റെ, മത്തായിയുടെ, യോഹന്നാന്റെ സുവിശേഷത്തിൽ യേശുവിന്റെ പ്രാർത്ഥന. യേശുവിനെ കുരിശിലേറ്റിയപ്പോ യേശു പ്രാർത്ഥിച്ചത് പടച്ചോനോടാണ്. പക്ഷേ ക്രിസ്ത്യാനികളോ യേശുവിനോടാ പ്രാർത്ഥിക്കുന്നത്. ബദരീങ്ങൾ പ്രാർത്ഥിച്ചത് അല്ലാഹുവിനോടാണ്. കാന്തപുരത്തിന്റെ മകൻ പ്രാർത്ഥിക്കുന്നതോ ബദരീങ്ങളോടാണ്. നോർഡർ സിറ്റിയുടെ പ്രതിസന്ധിയിൽ പ്രതിബന്ധങ്ങൾ ഉണ്ടായപ്പോ അപ്പോഴൊക്കെ വിളിച്ച് പ്രാർത്ഥിച്ചത് ബദരീങ്ങളോടാണ്. കണ്ടോ, ക്രിസ്ത്യാനികൾക്ക് സംഭവിച്ച ദുരന്തം നമുക്ക് സംഭവിച്ചു. ക്രിസ്ത്യാനികൾ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്, മുക്കൂട്ട് ദൈവ. നമുക്കോ 313 ദൈവ. ഏറ്റവും മോശാര ചിന്തിക്ക്. അവര് ജോർജ് വന്നിട്ട് ചോദിക്കുകയാണ് കാന്തപുര ഉസ്താദിന്റെ മോനോട്, നിങ്ങൾ ബദരീങ്ങളെ പ്രാർത്ഥിച്ചു എന്നൊരു ക്ലിപ്പ് കണ്ടു.
നിങ്ങൾ 313 ആളുകളോട് പ്രാർത്ഥിച്ചു എന്ന് പറയുന്നത്. ഞങ്ങൾ 3 ആളോട് എന്നെ വിളിച്ചിട്ട് പിതാവ് പുത്രൻ പരിശുദ്ധാത്മാവ് ഈ സങ്കല്പം തന്നെ വെച്ചപ്പോ അല്ല പറയണെന്നറിയോ? ലഖദ് കഫറല്ലദീന, നോക്കൂ അല്ല പറയണം, അവർ സത്യനിഷേധികളായിരിക്കുന്നു. ആര്? ക്രിസ്ത്യാനികൾ. എന്താ കാരണം? അല്ലാഹു മൂവരിൽ ഒരുവനാണ്. നിങ്ങളോ 313 ഇലാഹുകളുടെ കൂടെ വേണമെങ്കിൽ ഒരു പടച്ചോൻ. ഇതാണ് നിങ്ങളെ വിശ്വാസം. വേണമെങ്കിൽ ഒരു പടച്ചോൻ, എപ്പോഴെങ്കിലും ഒക്കെ വിളിക്കുന്ന ഒരു പടച്ചോൻ. ഇത് സത്യമല്ലേ കൂട്ടരെ? ഞാൻ ഒന്നുകൂടി ഇതിനെ അരക്കെട്ടുറപ്പിക്കുന്നു. അടുത്ത വാചക, അവർ അനേകരെ വഴിതെറ്റിച്ചു. എങ്ങനെ? വിശുദ്ധ ഖുർആൻ 24-ാമത്തെ വചനം 71-ാം അധ്യായത്തിൽ പറയുന്നത് ഔലിയാക്കളെ വക്കാറത്ത് കാണിച്ച് ഔലിയാക്കളെ പിന്നാലെ പോയ, ഔലിയാക്കളെ വിളിച്ച് സഹായം തേടിയ, ഔലിയാക്കളോട് ഇസ്തിഗ്ഫാർ നടത്തിയ ജനതയെ പറ്റി ഖുർആൻ പറയുന്നത് എന്താണ്? അവർ ധാരാളം ആളുകളെ ഹിദായത്തിലാക്കി എന്നല്ല, വഴി പിഴപ്പിച്ചു. പിന്നെയോ അക്രമികൾക്ക് വഴികേടല്ലാതെ എന്തു വർദ്ധിപ്പിക്കാനാണ്? അത് മാത്രമാണ് അവർക്ക് വർദ്ധിപ്പിക്കേണ്ടത്. അപ്പൊ ഇവിടെ ഔലിയാക്കളെ പിന്നാലെ പോകുന്നവരെ കുറിച്ച് തീർത്തു പറയുന്നു, അത് വഴികേടാണെന്ന് ഖുർആൻ പറയുന്നു. തീർന്നില്ല. എന്നെ ആശ്ചര്യപ്പെടുത്തി എന്തറിയോ? ഔലിയാക്കളെ 5 ഔലിയാക്കളെ വിളിച്ച് പ്രാർത്ഥിച്ചവരെ പറ്റി നൂഹ് നബി ഉപയോഗിച്ച പദം കാഫിറുകൾ എന്നാണ്. സമസ്തക്കാരെ നിങ്ങൾക്ക് നേരം എടുക്കാത്തത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത് ശരിയോ തെറ്റോ? ഔലിയാക്കളെ തെരഞ്ഞെടുത്ത് അല്ലാഹുവിലേക്ക് എത്താനാണെന്ന് പറഞ്ഞ് ഔലിയാക്കളെ വിളിച്ച് സഹായം തേടുന്ന, ഇസ്തിഹാസ നടത്തുന്നവരെ പറ്റി മഹാനായ നൂഹ് നബി പറയുന്നതറിയോ? ആ വാചകം കേട്ടോടി. വഖാല നൂഹ് പറഞ്ഞു, റബ്ബി, എന്റെ റബ്ബേ, ലാ തദർ അലൽ അർളി മിനൽ കാഫിരീന ദയ്യാറാ. നൂഹ് നബി അലൈഹിസ്സലാം പറയാണ്, എന്റെ റബ്ബേ, ഭൂമിയിൽ 5 ഔലിയാക്കളുടെ പിന്നാലെ പോയ ഈ സത്യനിഷേധികളെ, ഈ കാഫിറുകളെ നീ ഭൂമുഖത്ത് അവശേഷിപ്പിക്കല്ലേ. അടുത്തതോ, ഇന്നക ഇൻ തദറുഹു യുദില്ലു ഇബാദക വലാ യലിദു ഇല്ലാ ഫാജിറൻ കഫാറാ. നീ അവരെ വിട്ടേച്ചാൽ, ഔലിയാക്കളെ പിന്നാലെ പോയ ഈ ജനതയെ നശിപ്പിക്കാതെ നീ വിട്ടേച്ചാൽ തീർച്ചയായും അവർ നിന്റെ ദാസന്മാരെ വഴി തെറ്റിക്കുന്നതാണ്. അതുപോലെ നിന്നോട് നന്ദി കേട് കാണിക്കുന്ന ആളുകളെയും അവരുണ്ടാക്കും പടച്ചോനെ. എനിക്ക് ചിന്തിക്കാം, ഇത് സൂറത്ത് നൂഹിലുള്ള APK സുന്നിയുടെ കയ്യിലെ ഖുർആനിലും തബ്ലീഗ് ജമാഅത്തിന്റെ ഖുർആനിലും ജമാഅത്തെ ഇസ്ലാമിന്റെ ഖുർആനിലും NDFന്റെ ഖുർആനിലും എല്ലാരെ ഖുർആനിലും സൂറത്ത് നൂഹുണ്ട്. ഈ നൂഹിൽ നിന്ന് ഞാൻ പറഞ്ഞതല്ലാത്ത എന്തൊരാശയമാണ് സഹോദര കിട്ടാനുള്ളത്? അവസാനത്തെ പറയുന്നത്, റബ്ബി ഉഗ്ഫിർലി വലി വാലിദയ്യ വലിമൻ ദഖല ബൈതിയ മുഅ്മിനൻ വലിൽ മുഅ്മിനാത്. പടച്ചോനെ എനിക്ക് പുറത്തു തരണേ, എന്റെ മാതാപിതാക്കൾക്ക് പുറത്തു തരണേ, സത്യവിശ്വാസികൾക്കും വിശ്വാസിനികൾക്കും നീ പുറത്തു തരണേ എന്നാണ് അധ്യായം അവസാനിക്കുന്നത്. അപ്പൊ സൂറത്ത് നൂഹിലൂടെ ഒരു ഔലിയാക്കളെ പിന്നാലെ പോകുന്ന, ഖബറിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മഹാന്മാരുടെ പിന്നാലെ പോകുന്ന ഒരവസ്ഥ പഠിപ്പിച്ചതേയില്ല. ഇനി ഒരു കാര്യം വേറെ ചിന്തിച്ചോ, ഈ നൂഹ് നബി അലൈഹിസ്സലാം മഹാനല്ലേ? ആണ്. ആ നൂഹ് നബിയുടെ കറാമത്ത് പറഞ്ഞുകൊണ്ട്, ആ നൂഹ് നബിയെ കപ്പലിൽ രക്ഷപ്പെടുത്തി പറഞ്ഞുകൊണ്ട്, നൂഹ് നബിയെ രക്ഷപ്പെടുത്തിയ ഞാനാണ് എന്ന് ഇബ്രാഹിം നബി പറഞ്ഞുകൊണ്ട്. പക്ഷെ മൊയ്തീൻ ഷേഖ് പറയുന്നത് നൂഹ് നബിന്റെ കപ്പലിന്റെ ഉള്ളം കയ്യിലായിരുന്നു. അതാണ് നൗഷാദ് ഹുസൈനി പറയുന്നത്. ഇബ്രാഹിം നബി പോലും പറഞ്ഞു എന്റെ ഉള്ളം കയ്യിലാണ് നൂഹ് നബിന്റെ കപ്പൽ. എന്താ പറയാത്ത? അതല്ലാത്തോണ്ട് തന്നെ അല്ല പറയുന്നത് എന്റെ മേൽനോട്ടത്തിലാണ് അതിന്റെ നിർമ്മിതി നടന്നതും എന്റെ മേൽനോട്ടത്തിലാണ് സഞ്ചരിച്ചതും എന്നാ പറയുന്നത്. അല്ല പറയുന്നത്, നമ്മൾ പറയുന്നത് മൊയ്തീൻ ഷെയ്ഖാണ്. അപ്പൊ ഇതൊരു ധിക്കാരമല്ല. നിങ്ങൾ ചിന്തിക്കും, ഇതൊരു ധിക്കാരമല്ല, സത്യത്തിലല്ലേ? അല്ല ഖുർആനിൽ പറയുന്നത് എന്റെ മേൽനോട്ടത്തിലാണ് നൂഹ് അലൈഹിസ്സലാം കപ്പൽ ഉണ്ടാക്കിയത്. എന്റെ മേൽനോട്ടത്തിൽ ആ കപ്പല്, എന്റെ ഇടപെടലിലൂടെയാണ് ആ കപ്പല് മുന്നോട്ട് പോയത്. മൊയ്തീൻ ഷെയ്ഖ് അല്ല, എന്റെ ഇടപെടലിലൂടെയാണ്. ഇതിലേതാ സ്വീകരി? മൊയ്തീൻ ഷെയ്ഖ് ഇങ്ങനെ പറഞ്ഞിട്ടില്ല കേട്ടോ. അദ്ദേഹം മഹാനായ, അദ്ദേഹം ചോദിക്കുന്നുണ്ട്, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹ? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നുണ്ട്, പക്ഷെ ഹൃദയത്തിൽ എത്ര ഇലാഹാണ് എന്ന് അദ്ദേഹം ചോദിക്കുക. ഞാൻ ഒന്നുകൂടി പറഞ്ഞിട്ട് മുജാഹിദുകളെ, ആവേശാണെന്ന് വിചാരിക്കരുത്. നമ്മളെങ്കിലും ഇതൊക്കെ ഒന്ന് വായിക്കണ്ടേ? നമ്മുടെ ഇളയമ, നമ്മുടെ മുത്തുമ്മ, നമ്മുടെ കുടുംബത്തിൽ എത്ര ആളാ നമ്മുടെ വീട്ടിലേക്ക് നമ്മുടെ മകൻ കെട്ടിക്കൊണ്ടുവന്ന് ചിലപ്പോൾ AP സുന്നിപ്പെട്ടായിരിക്കും. എനിക്കതിനോട് വിയോജിപ്പില്ല കേട്ടോ, അത് വേറെ വിഷയം, എന്റെ വ്യക്തിപരമാണ്. ഞാൻ ചെയ്യരുതെന്ന് പറയുന്ന
കാരണം അല്ലാഹു ഖുർആനിൽ പറഞ്ഞത് തൗഹീദ് ഉള്ളവരെ കല്യാണം കഴിക്കണം, ശിർക്കുള്ളവരെ കല്യാണം കഴിക്കരുത് എന്ന് അല്ലാഹു തീർത്തു പറഞ്ഞു. മൊയ്തീൻ ഷേഖയെ രക്ഷിക്കണേ എന്നത് പച്ച ശിർക്കാണ്. അത് വിളിക്കുന്ന ഒരു പെൺകുട്ടീനെ ഒരു മുജാഹിദ് കുടുംബത്തിലേക്ക് കെട്ടിക്കൊണ്ടുവരാൻ പാടില്ല. കാരണം അല്ലാഹു പറഞ്ഞ ഖുർആനെതിരാണ്. സൂറത്ത് ബയ്യിനയുടെ 5-ാമത്തെ വചനത്തിൽ പറയുന്നത് ദീനുള്ള കുട്ടിനെ കല്യാണം കഴിക്കണം. എന്നിട്ട് അല്ലാഹു പറഞ്ഞു ദീൻ എന്ന് പറഞ്ഞാൽ അല്ലാഹനെ മാത്രം വിളിക്കലാണ്. ഖുർആനും പറഞ്ഞു അല്ലാഹനെ മാത്രം വിളിക്കലാണ് ഇബാദത്ത്. അതാണ് ദുആ. അദ്ദുആ ഹുവൽ ഇബാദ. സുമ്മ ഖറാ ഫഖാല റബ്ബുകും ഉദ്ഊനി അസ്തജിബ് ലക്കും ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദ. ദുആ ആണ് ഇബാദത്ത്. അത് അല്ലാഹനോട് മാത്രമേ ചെയ്യാവൂ. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നത് ആദർശം ഒന്ന് കാണിക്കണം. ഇനി ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം ബാപ്പാനോട് പറഞ്ഞത്, യാ ബത്തി, എന്റെ ഉപ്പ, ലിമ തഅബുദു മാ ലാ യസ്മഉ വലാ യുബസിറു വലാ യുഗ്നി അൻക ശൈഅ. ഇബ്രാഹിം നബിക്ക് മുമ്പ് കുറെ നബിമാര് കഴിഞ്ഞോട്ടില്ലേ, മരിച്ചുപോയിട്ടില്ലേ? അവർക്ക് അല്ലാഹ് കഴിവ് കൊടുത്തിട്ടുണ്ടെന്നും അവരോടും തേടാമെന്നും അങ്ങനെ ഒരു തേട്ടേലല്ലോ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ ഒരു നബിയും അങ്ങനെ ഒരു ആശയം പ്രസംഗിച്ചില്ലല്ലോ. ഇന്നത്തെ ഉസ്താദ്മാര് പ്രസംഗിക്കുന്ന പോലൊരു ആശയം എന്തുകൊണ്ട് അവരാരും പ്രസംഗിച്ചില്ല? വേണ്ടെന്നേ, അള്ളാന്റെ ഖുർആനിൽ അള്ളാനെ വിളിക്കാവൂ എന്നൊക്കെ പറയുമ്പോഴും ആളുകൾ തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. നബിയെ മൊയ്തീൻ ഷേഖിനെ വിളിക്കാൻ പാടില്ല, അല്ലെ മരിച്ചുപോയ മരണപ്പെട്ടു പോയ വലിയനെ വിളിക്കാൻ പാടില്ല, തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. നബിയെ അത് വിളിക്കാൻ കുഴപ്പമില്ല, അള്ളാഹ് കൊടുത്ത കഴിവെന്നാന്ന് മനസ്സിലാക്കിയാൽ മതി. ഇലാഹാണെന്ന് വിശ്വസിക്കാതിരുന്ന അത് അള്ളാഹ് അങ്ങ് പറഞ്ഞ പോരെ. നമ്മളിങ്ങനെ തർക്കിച്ച് തമ്മിൽ തല്ലിക്കേണ്ട കാര്യം അള്ളാഹ് ഉണ്ടായിരുന്നോ? ഏറ്റവും ചൊവ്വായതിലേക്ക് നിങ്ങളെ നയിക്കുന്നു എന്ന് പറഞ്ഞൊരു ഗ്രന്ഥത്തിന് തൗഹീദിന്റെ കാര്യത്തിൽ പോലും ക്ലാരിറ്റി ഇല്ലാന്നോ? അതിനുവേണ്ടി കുറെ മൊയ്ലിയന്മാര് വരണമെന്നോ? അതെന്തൊരു കഷ്ടമാണ്. ഇതൊക്കെ മൊയ്ലിയന്മാരെ വായ കൊണ്ട് പറയല്ലേ, സത്യത്തിലല്ലേ? നിങ്ങൾ ചിന്തിച്ചു, ഒരു തെളിവുണ്ടായിട്ട് പറയാണോ? അപ്പൊ നമ്മൾ ചിന്തിക്കും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നല്ലോ. ഒരു കാര്യം ഉറപ്പല്ലേ, നബിക്ക് ശേഷം ഒരു നബി ഉണ്ടായിട്ടില്ലല്ലോ. നബിയുടെ മുമ്പല്ലേ എല്ലാ നബിമാരും. എന്തൊക്കെ ക്വാളിറ്റികളുണ്ടോ ആ ക്വാളിറ്റികളുള്ള മുഴുവൻ നബിമാരും ഒരു സംശയമൊക്കില്ലല്ലോ. നബിയുടെ മുമ്പ് കഴിഞ്ഞു പോയ ഏതെങ്കിലും ഒരു നബി ഖബറിൽ നമ്മുടെ കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് പകരാസന മടവൂര് അദ്ദേഹം ഇങ്ങനെ കിടക്കുകയാണ്. എന്നിട്ട് ഈ ലോകം മുഴുവനും കണ്ടു കിടക്കുകയാണ്, അറിഞ്ഞു കിടക്കുകയാണ്, നിയന്ത്രിച്ച് കിടക്കുകയാണ്. ലോകത്ത് എവിടൊക്കെ ഫ്ലൈറ്റ് പറക്കുന്നുണ്ടോ അത് ഒന്നശ്രദ്ധമായാൽ, ആര് CM മടവൂര് ഒന്നശ്രദ്ധമായാൽ പ്ലെയിനുകൾ കൂട്ടിയിടിക്കും, സംഭവിക്കും. അപാരമായ യക്കീനാണ് അയാൾ. സത്യമാണ്, കുഫറിൽ ഇത്ര യക്കീനുള്ള ഒരു പടപ്പിനെ ലോക ചരിത്രത്തിൽ ഞാൻ കണ്ടിട്ടില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇങ്ങനെ പറയുമ്പോൾ തെറ്റിദ്ധരി പഠിച്ചിട്ട് ഞാൻ പറയാം. ലോകത്ത് ഒരു പ്രാസംഗികനായത് മുതൽ ഇന്നോളം കുഫർ മാത്രം ജീവിതത്തിലൊരിക്കൽ റബ്ബിനോട് നന്ദി കാണിക്കാത്ത ഒരു നിരീശ്വരവാദി പോലും ചിലപ്പോൾ അബദ്ധത്തിൽ പടച്ചോനെ എന്ന് വിളിച്ചു. അങ്ങനെ വിളിക്കാത്തൊരു പടപ്പിന്റെ പേരാണ് പകരാസനി എന്ന് പറയുന്ന ഒരു ജന്മം. ഞാൻ അദ്ദേഹത്തെ ദർശനത്തുന്ന നാട്ടിൽ പോയി ചാലിയത്ത്. അവിടുന്ന് ഞാൻ ചോദിച്ചു, അക്സനി, റബ്ബിനെ കുറിച്ച് 1 മിനിറ്റ് നിങ്ങൾ പ്രസംഗിച്ച ഒരു പ്രഭാഷണം ക്ലിപ്പായിട്ടിടാമോ? അതിന് അദ്ദേഹം മറുപടി പറഞ്ഞേക്കണ്ട, നിങ്ങൾക്ക് ഞാൻ അള്ളാഹിനെ പറ്റി 1 മിനിറ്റും പ്രസംഗിച്ചിട്ടില്ല, ഞാൻ റസൂലുള്ളാഹിനെ പറ്റി പ്രസംഗിക്കുന്നുണ്ട്, എനിക്ക് സ്വർഗത്ത് പോകാൻ അത് മതി. നിഷേധിക്കാൻ കഴിയോ? നിഷേധിക്കാൻ കഴിയോ? നമ്മൾ ചിന്തിച്ച പ്രവാചകന്മാർ വന്നിട്ട് അള്ളാഹുലേക്ക് 24 മണിക്കൂറും ജനങ്ങളെ ക്ഷണിക്കുക. നമ്മളോ അത് മറന്ന് തന്നെ പോയിരിക്കുന്നു. അത് മറന്ന്, ഏത് 18-ാം അധ്യായം എല്ലാ വെള്ളിയാഴ്ച ഓതുന്ന എന്താ ഇതിനർത്ഥം? മുജാഹിദുകളെ നമുക്കും അറിയില്ലട്ടോ, മനസ്സിലാക്കിക്കൂടി കുറ്റപ്പെടുത്തുക എന്ന് വിചാരിക്കണ്ട. സ്വയം ശുദ്ധീകരിക്കാത്തവരൊന്നും നല്ലോലല്ല. ഇത് തെറ്റൊക്കെ മറ്റോൽക്കാണ്, നമുക്കില്ല. നമുക്കുള്ള ഏറ്റവും വലിയ തെറ്റെന്താ അറിയോ? ഈ വയുന്തിറല്ലദീന ഖാലു തഖദല്ലാഹു വലദന്റെ അർത്ഥം പഠിച്ചില്ല മുജാഹിദുകൾ. അപ്പൊ നിങ്ങൾ ചോദിക്കുക, എന്താ ക്രിസ്ത്യാനിനോട് ഓന്റെ വിശ്വാസം ശരിയല്ല എന്ന് പറയാൻ അല്ലാഹ് നമ്മളോട് പറയാ? നമ്മൾ എത്ര പേര് പറഞ്ഞു ക്രിസ്ത്യാനിന്റെ വിശ്വാസം ശരിയല്ലെന്നും അതിനെതിരെ താക്കീത് കൊടുക്കേണ്ടവരാണെന്ന് വരാണ്. അല്ലാതെ ക്രിസ്മസ് ട്രീ വെക്കല്ല, അവിടെ പോയിട്ട് അവലെ നക്ഷത്രം തൂക്കല്ല, പിന്നെ ഓരോട് പോയി പറയത് തൂക്കരുത്.
ഇത് ശരിയല്ല, ബൈബിൾ പ്രകാരം ശരിയല്ല. നമ്മളെ പറയുന്നോ ഇതൊക്കെ പറഞ്ഞാൽ കുറച്ച് പ്രയാസമാണ്. സ്വർഗം പ്രയാസമുള്ള കഴുത്ത എത്ര കഴുത്തുകൾ അരിഞ്ഞിരുന്നു പ്രവാചകന്മാരുടെ. എന്തിന്? പച്ച തൗഹീദ് പറഞ്ഞു. അങ്ങോട്ട് അരിയല്ല, ഇങ്ങോട്ട്. മുസ്ലിങ്ങൾ അങ്ങോട്ടല്ല, യഥാർത്ഥ മുസൽമാന്റെ കഴുത്ത് ഇങ്ങോട്ട്. അല്ലേ? പശുവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു ഹിന്ദു മുസ്ലിമിന്റെ കൈകൊണ്ട് കൊല്ലപ്പെട്ടത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോ? നിങ്ങളുടെ ആയുസ്സിനിടയിൽ ഒരു പശുവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഹിന്ദുവിനെ മുസ്ലിമിന്റെ കൈകളാൽ കൊല്ലപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. 28ലധികം മുസ്ലിങ്ങൾ പശു ആരാധകരുടെ കൈകളാൽ കൊല്ലപ്പെട്ടു. അപ്പൊ വിഷയം ആർക്കാ? മക്കയിൽ നിന്ന് മദീനയിലേക്ക് നബി പോയി, അബൂജഹൽ പോയില്ല. മക്കയിൽ ഈ ജീവിക്കരുത് എന്ന് നബി പറഞ്ഞില്ല, നബിയോട് അവര് പറഞ്ഞു. അപ്പൊ നമ്മളെ സ്വന്തം നാട്ടിൽ ജനിച്ച് സുഖമായിട്ട് തിന്നും കുടിച്ചും ജീവിച്ചു മരിക്കുക. എന്നിട്ട് നമ്മൾ പറയുന്നത് എന്താണ്? ഞങ്ങൾ പ്രവാചകന്മാരുടെ പിന്മുറക്കാരാണ്. എനിക്ക് സംശയമുണ്ട്, ആണോ അല്ലേ? സുഖലോലുപന്മാരാണ്. ഒന്ന് പറഞ്ഞു നോക്ക്. റോട്ടിലിറങ്ങി തൗഹീദ്, ക്ഷേത്രത്തിന്റെ അങ്ങനത്തെ കയറിയോട് തൗഹീദ് പറഞ്ഞു നോക്ക്, ചർച്ചിന്റെ മുറ്റത്ത് നിന്ന് തൗഹീദ് പറഞ്ഞു നോക്ക്. അപ്പറയാ എന്താ ഉണ്ടാവുക? ആ തൗഹീദ് ഇവിടെ പറയുന്നുണ്ടോ അല്ലേ? അത് പരിശോധിക്കപ്പെടേണ്ടതുണ്ടെന്ന് ആകാശഭൂമികളുടെ നാഥനെ സാക്ഷി നിർത്തി ആ റബ്ബിന്റെ എളിയ അടിമ ഈ സദസ്സിൽ വെച്ച് ചിന്തിക്കും. ഗൗരവമായ ആലോചന. അള്ളാഹുവിന്റെ സന്നിധാനത്തിൽ ഈ സാധുക്കൾ നമുക്കെതിരെ പറയും. ഞങ്ങൾക്കിത് പറഞ്ഞു തന്നില്ല. 38 വർഷം സ്കൂളിൽ തന്റെ കൂടെ ജോലി ചെയ്ത ജോർജിനോട് ഇത് പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മുടെ തൗഹീദി പ്രസ്ഥാനത്തിൽ അത് പറയുന്നതിൽ അർത്ഥമില്ല സുഹൃത്തുക്കളെ. നാളെ ഞങ്ങളുടെ ക്രിസ്മസ് ആണ്, ആഘോഷാണ്, ആയിക്കോട്ടെ, നടക്കട്ടെ, ഉഷാറാക്ക് എന്നാണ് ഒരു മുജാഹിദ് അവനോട് പറയണമെങ്കിൽ നിനക്ക് അവനോട് സ്നേഹമില്ലടോ, നിനക്കവനോട് സ്നേഹമില്ല. മനസ്സിലായി? മുത്താബ് മരിക്കാൻ കിടക്കുമ്പോ നബി ഓടിയത് സ്നേഹമുള്ളത് കൊണ്ടാ. നബിയെ നിങ്ങൾക്ക് സ്നേഹമുണ്ട്, നമുക്ക് സ്നേഹമല്ല. അതുകൊണ്ടാണ് ഒരു ബൗദ്ധ വിശ്വാസി മരിക്കാൻ കിടക്കുമ്പോൾ പോകാത്ത. അതുകൊണ്ടാണ് നമുക്ക് സ്നേഹമില്ല. സ്നേഹമുണ്ടെങ്കിൽ പോകും. കാരണം ഈ ദുനിയാവിനപ്പുറത്തൊരു ലോകമുണ്ട് എന്നുള്ളത് പ്രസംഗിച്ച് പോക്കറ്റ് പൈസ ഇടാനുള്ളതല്ല. ഞാൻ അധികം പറഞ്ഞ് ചൊടിപ്പിക്കുകയും ബേജാറൊക്കെയും ചെയ്യില്ല. പക്ഷെ വസ്തുത ഇബ്രാഹിം നബി അലൈഹിസ്സലാം ബാപ്പാനോട് വാപ്പാ, നിങ്ങളെ വിളിക്കുന്ന ആളുകളെ ഞാൻ വിട്ടൊഴിഞ്ഞു പോകുന്നു വാപ്പ. ഞാൻ എന്റെ റബ്ബിനെ മാത്രമേ വിളിക്കൂ. എന്നെ അത്ഭുതപ്പെടുത്തുക. ആ 46, 47 വചനം 19-ാം അധ്യായം സൂറത്ത് മറിയമില്ല 46, 47 ഇബ്രാഹിം നബി പറയുന്നത് എന്താ? ഞാൻ അല്ലാഹനെ മാത്രമേ വിളിക്കുള്ളൂ, നിങ്ങളെ വിളിക്കുന്ന പോലെ ഒന്നും ഞാൻ വിളിക്കൂല. എന്താ അങ്ങനെ? എന്നാ പറയേണ്ടത് എന്താ? ഞാൻ അല്ലാഹനെയും വിളിക്കും, അല്ലാഹ് കഴിവ് കൊടുത്ത മരിച്ചുപോയ അമ്പിയാക്കളെയും ഔലിയാക്കളെയും വിളിക്കും. അതാണ് ദീൻ എന്നല്ല പറയേണ്ടത്. മൊയ്തീൻ ശേഖയെ രക്ഷിക്കണേ, ബദരീങ്ങളെ കാക്കണേ എന്നിങ്ങനെ മരിച്ചുപോയവരെ വിളിച്ച് പ്രാർത്ഥിക്കൽ അനുവദനീയമാണോ? ഫത്താവ മുഹീസുന്ന 38-ാമത്തെ പേജ് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ. അതിന് അദ്ദേഹത്തിന്റെ മറുപടി എന്താണ്? അനുവദനീയമാണ്. ഖുർആനിലും സുന്നത്തിലും അതുണ്ട്. എന്തൊരു നുണയാണ് ഇത്! മൊയ്തീൻ ശൈഖയെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാം എന്നല്ല പറഞ്ഞു. റഷീദുദ്ദീൻ മൂസ മുസ്ലിയാർ അൽ ഖൗലു സദീദ് ഫീ റദ്ദി തൗഹീദ് എന്ന പുസ്തകത്തിൽ പറയുന്നത് അറിയോ? അല്ലല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു എന്ന് ഒരു മുസ്ലിം ഇതുവരെ പറയില്ല. അപ്പൊ കാന്തപുരത്തിന്റെ മോൻ പറഞ്ഞതോ, തങ്ങൾ പറഞ്ഞതോ, ഇവരൊക്കെ എഴുതിയതോ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്നുള്ള ഇബ്ലീസിന്റെ വാദമാണെന്ന് ആഷിം നൈമി എഴുതിയതോ വഴിവിരിഞ്ഞവർക്ക് എന്ത് പറ്റി എന്ന പുസ്തകത്തിൽ കീലത്ത് മുഹമ്മദ് വാഷിക്ക് മാത്രം നന്നാ ദേഷ്യം പിടിക്കും. എന്നിട്ട് കീലത്ത് പറയും വഹാബികൾക്കൊരു മാത്രവും മൊറാർജിക്കൊരു മൂത്രവും. അതെന്ന് ജീവിച്ചിരിപ്പിണ്ട്, പൂർണ്ണ കിടപ്പിലാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കീലത്ത് മുഹമ്മദ് വാഷി കേട്ടിട്ടുണ്ടോ? പണ്ട് കാലത്ത് ഓടി നടന്ന് സമസ്തയിൽ പ്രസംഗിച്ച ഒരാളാണ് കീലത്ത് മുഹമ്മദ് വാഷി. അദ്ദേഹം പറയുന്നത് വഹാബികൾക്കൊരു മാത്രവും മൊറാർജിക്കൊരു മൂത്രവും. അപ്പൊ അല്ലാഹ് ഖുർആനിൽ പറയണം 39-ാം അധ്യായം 45-ൽ മാത്രം പറഞ്ഞാൽ ദേഷ്യം പിടിക്കുന്ന ചിലരുണ്ടോ? അള്ളാന്റെ കൂടെ വൈദാ ദുഃഖിറല്ലദീന മിൻ ദൂനി, അള്ളാന്റെ കൂടെ മൊയ്തീൻ ശൈഖിനെ വിളിക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. നേരെ മറിച്ച് അള്ളാനെ മാത്രമേ വിളിക്കൂ എന്ന് പറഞ്ഞാൽ അവർക്ക് ദേഷ്യം പിടിക്കുന്നു. ഖുർആന 39-45. അതും സമസ്ത ശരിയല്ല എന്ന് പഠിപ്പിക്കുന്ന ഖുർആന്റെ വചനമാണ്. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമാണ്. പഠിക്കുക. ഇനി നിങ്ങൾ ആലോചിച്ചോ, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞു. അപ്പൊ ജിബ്രീൽ വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ സഹായം ആവശ്യമുണ്ടോ? ഒരു മലക്ക് വന്നിട്ട് ചോദിക്കുകയാണ്, നിന്റെ സഹായം ആവശ്യമുണ്ടോ? അപ്പൊ ഇബ്രാഹിം നബി പറയണെന്ത്? നിങ്ങളുടെ സഹായം ആവശ്യമില്ല, ഞാൻ എന്തിനെങ്ങോട്ട് പോകുന്നു എന്നറിയുന്നവനാണ് എന്റെ റബ്ബ്. സാന്ദർഭികമായി ഞാൻ വളരെ ഗൗരവപ്പെട്ട ഒരു കാര്യം പറയാം. നമുക്ക് തിരൂരടുത്ത് BP അങ്ങാടി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. തിരൂരടുത്ത് BP അങ്ങാടി.
ആന ചവിട്ടി മരിച്ചേ കഴിഞ്ഞ മുമ്പത്തെ വർഷം ആന ചവിട്ടി മരിച്ചല്ല നേർച്ച. ഇപ്രാവശ്യം ഉണ്ടായിരുന്നു, അവിടെ ഉണ്ടാവും. വരുമാന കേന്ദ്രമാണ്. അള്ളാഹിനെ ഇബാദത്ത് ചെയ്യുന്നതിനേക്കാളും അവിടുത്തെ വിപ്യങ്ങാടി ഷെയ്ഖിനെ ആരാധിക്കാനാണ് അവിടെ ആളുകൾ വരുന്നത്. അപ്പൊ അവിടെ നമുക്കൊരു പള്ളിക്ക് സ്ഥലം എടുക്കുകയും അതിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയും ചെയ്യും. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഫാസിൽക്കുണ്ട്. അദ്ദേഹത്തിന്റെ മകനെ എടുത്തുകൊണ്ട്, ആരോഗ്യത്തിന് ചെറിയ പ്രശ്നമുള്ള അദ്ദേഹത്തിന്റെ മകനെ എടുത്തുകൊണ്ട് എല്ലാ സ്ഥലത്തും ആ കുട്ടി സദസ്സിലുണ്ട്. വളരെ പ്രസിദ്ധനാണ്. അള്ളാഹു ഒരുപാട് ബുദ്ധി ഏറ്റിക്കൊടുക്കേണ്ട മകനാണ്. ശരീരത്തിനപ്പുറത്താണല്ലോ ഹൃദയവും ആത്മാവും. അത് മതിയല്ലോ മനുഷ്യന് സ്വർഗം കിട്ടാൻ. അത് മതി. അബ്ദുല്ലാഹിബ്നു മസ്ഊദിന്റെ കാല് വളരെ ദുർബലമായിരുന്നു, വളരെ ക്ഷീണിതനുമായിരുന്നു. സ്വർഗത്തിലെ ഏറ്റവും ഘനം തൂങ്ങുന്ന കാല് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ആ ദർഗയുടെ മുറ്റത്ത് നമുക്കൊരു തൗഹീദിന്റെ പള്ളി, സ്ത്രീകൾ പള്ളിയിൽ പോകുന്ന ഒരു പള്ളി, അള്ളാഹനെ മാത്രം ഇബാദത്ത് എടുക്കുന്ന പള്ളി. നിശ്ചയം അള്ളാഹനെ മാത്രം വിളിക്കുന്ന പള്ളി. ആ അള്ളാഹിനോടൊപ്പം വേർ ശരിക്കും എന്താ അർത്ഥം? പള്ളി അള്ളാഹുവിൻ്റെതാണ്. അവിടെ വെച്ച് അള്ളാഹുവിനോടൊപ്പം നിങ്ങൾ വേറൊരാളെയും വിളിക്കരുത്. അള്ളാഹ്ക്കറിയാം പള്ളിക്കുള്ളിൽ ഖബർ വരുമെന്നും കബറാളികൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന സമൂഹം ഉണ്ടാകുമെന്നും പള്ളിക്കുള്ളിൽ വെച്ച് ഖുതുബിയത്ത് നടക്കുമെന്നും 1000 വട്ടം മൊയ്തീൻ വിളിക്കുന്ന കൗമ ഇവിടെ ഉണ്ടാകും. അതുകൊണ്ടാണല്ലോ പറഞ്ഞത് മഗ്‌രിബ് നിസ്കാരത്തിൽ അള്ളാഹനെ മാത്രം വിളിക്കുക. AP സുന്നികള് EK സുന്നികള് മഗ്‌രിബ് കഴിഞ്ഞിട്ട് ഖുതുബിയത്തിൽ 1000 വട്ടം മൊയ്തീൻ വിളിക്കും. ഖുർആനിൽ എന്താ പറഞ്ഞ് 72-ാം അധ്യായം സൂറത്ത് ജിന്നിലെ 20-ൽ പള്ളി അള്ളാഹിന്റെതാണ്, അവിടെ വെച്ച് അല്ലാത്ത 18-ാമത്തെ വചനം പള്ളി അള്ളാഹുവിന്റെതാണ്, അവിടെ വെച്ച് വേറൊരാളെയും വിളിക്കരുത്. പറയൂ നബിയെ, ഞാൻ എന്റെ റബ്ബിനോടല്ലാതെ ദുആ ചെയ്യുകയില്ല, ഞാൻ അവനിൽ ഒന്നിനെയും പങ്കു ചേർക്കുകയില്ല. നിങ്ങൾ ആലോചിച്ചു, മൂസ അലൈഹിസ്സലാത്തു വസ്സലാം, കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിറൗനിന്റെ കൊട്ടാരത്തിൽ എന്നെ ആശ്ചര്യപ്പെടുത്തിയ ഒരു ചോദ്യമുണ്ട് അവിടെ. ആ ചോദ്യം നിങ്ങൾ ശ്രദ്ധിക്കുക. എന്താ അറിയോ? മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഫിറൗന്റെ കൊട്ടാരത്തിലേക്ക് പോകുമ്പോ പ്രാർത്ഥിക്കാൻ എന്താ പ്രാർത്ഥന? പടച്ചോനെ ഖാല റബ്ബി ഇശ്റഹ് ലീ സദ്രി, എന്റെ ഹൃദയത്തെ വിശാലാക്കണേ, വയസ്സിർ ലീ അംരി, ഞാൻ പറയുന്നത് മനസ്സിലാകണേ, എന്റെ നാവിന്റെ കെട്ടിക്കുടുക്ക് തീർത്തു തരണേ, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാകണം, എന്റെ കാര്യം എളുപ്പമാക്കണം എന്നൊക്കെ പ്രാർത്ഥിച്ചു റബ്ബിനോടാ. ഫിറൗന്റെ കൊട്ടാരത്തിലേക്ക് തൗഹീദ് പറയാൻ പോകുമ്പോൾ പ്രാർത്ഥിച്ച റബ്ബിനോടാ. കൊട്ടപ്പുറം വാദപ്രതിവാദത്തിൽ മുസ്ലിംമാര് മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് തുടങ്ങി. അവിടെ CP ഉമർ സുല്ലമി ഏത് പാട്ടാ പാടിയെന്നറിയോ? അല്ലാഹുമ്മ ലൗലാ അൻത മഹ്തദൈനാ വലാ സദ്ദഖനാ വലാ സല്ലൈനാ എന്ന പാട്ട് പാടിയിട്ടാണ് പിന്നെ ഉമർ സുല്ലമി തുടങ്ങി. CP ഉമർ സുല്ലമി തുടങ്ങി. അങ്ങനെ മറുഭാഗത്ത് മൊയ്ലിയാർ തുടങ്ങി മൊയ്തീൻ ഷെയ്ഖിനെ വിളിച്ചിട്ടാണ്. അതാണ് നിങ്ങളും ഞങ്ങളും തമ്മിലുള്ള വ്യത്യാസം. കണ്ടോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലിയ വരി ഏറ്റു ചൊല്ലിക്കൊണ്ടാണ് CP ഉമർ സുല്ലമി തുടങ്ങി. നിങ്ങളോ നബി ചൊല്ലിയിട്ടില്ല, സ്വഹാബത്ത് ചൊല്ലിയിട്ടില്ല, താബീങ്ങൾ ചൊല്ലിയിട്ടില്ല, താബിങ്ങൾ ചൊല്ലിയിട്ടില്ല. അവരാരും ചെല്ലാത്ത നിങ്ങളുടെ വക മൊയ്തീൻ ഷെയ്ഖിനോട് സഹായം തേടിക്കൊണ്ടാണ് മൊയ്തീൻ ഷെയ്ഖെ ഞങ്ങളെ കൈപിടിക്കണേ എന്ന് പാടിക്കൊണ്ടാണ് കൊട്ടപ്പുറത്ത് നിങ്ങളോ. അതുകൊണ്ടാണ് നിങ്ങൾ പരാജയപ്പെട്ടത്. നിങ്ങൾ ജയിക്കില്ലെന്നല്ല 23-ാം അധ്യായം 117-ാമത്തെ വചനം. അല്ലാത്തവരെ വിളിക്കാൻ അവർക്കൊരു തെളിവുണ്ടാവില്ല. നബി ഒരു തെളിവും കൊണ്ടുവരാൻ പറ്റില്ല. എന്നിട്ട് അവിടെ പറയണമെന്നറിയോ? അങ്ങനെ തെളിവുണ്ടാക്കി വരുന്ന ആ സത്യനിഷേധികൾ, ആ കാഫറുകൾ ഒരു സംവാദത്തിലും ജയിക്കൂല. വല്ലാത്തൊരു പ്രയോഗം അത്. 23-ാം അധ്യായം 117-ാമത്തെ വചന. അതും നമ്മൾ വായിച്ചില്ല. വായിക്കാത്തത് കൊണ്ട് ആ മേഖലയും നമുക്കറിയില്ല. ഇനി ഫിറൗന്റെ കൊട്ടാരത്തിലെത്തി, ഫിറൗന്റെ അടുത്തെത്തി മൂസാ നബി അള്ളാഹിനെ പരിചയപ്പെടുത്തുക. സത്യം ഞാനും വിചാരിക്കുകയാണ്, ഫിറൗന്റെ കൊട്ടാരത്ത് പോയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നബീന്റെ മഹത്വം, ഇബ്രാഹിം നബീന്റെ മഹത്വം, നൂഹ് നബീന്റെ മഹത്വം, ആദം നബിയുടെ മഹത്വം, ഇദ്രീസ് നബിയുടെ മഹത്വം, ഇതൊന്നും മൂസാ അലൈഹിസ്സലാം പറഞ്ഞില്ലല്ലോ. അതുകൊണ്ടാണല്ലോ ഫിറൗൻ ഇങ്ങനെ ചോദിച്ചു, ഫമൻ റബ്ബുക്കും മായാ മൂസാ, നിങ്ങൾ രണ്ടാളും പറയും നീ റബ്ബാരാ മൂസാ. അപ്പൊ ഒരു കാര്യം ഉറപ്പായി, അവർ രണ്ടുപേരും കൊട്ടാരത്ത് പറഞ്ഞത് എന്ത്? റബ്ബിനെ കുറിച്ച്. ഞാൻ ഉദാഹരണം പറയാം. കാന്തൂർ AP അക്രമ മുസ്ലിയാർ നരേന്ദ്രമോദിനെ കാണാറുണ്ട്. അദ്ദേഹത്തിന്റെ മകനായിട്ട് വലിയ ബന്ധം. ഗുജറാത്തികളുമായി കാന്തപുരത്തിന്റെ മകന് ബിസിനസ് ബന്ധമുണ്ട്. ഞാൻ വെറുതെ പറയില്ല, നിങ്ങൾ ചോദിച്ചോ, നിങ്ങൾ പരിശോധിച്ചോ. വലിയ ബന്ധം കേന്ദ്രവുമായിട്ടും വലിയ ബന്ധം കേരളവുമായിട്ടുണ്ട്. കാലഘട്ടത്തിലെ പുരോഹിതന്മാരുടെ ഒരു പ്രത്യേകത, അവരെ ഭരണകൂടവുമായി ഭയങ്കര ബന്ധത്തിലായിരിക്കും. അതിനൊരു കാരണവുണ്ട്. എന്താ അറിയോ? അവരുടെ കൂടെ എനിക്ക് ഭൂരിപക്ഷ മതസമൂഹം. അതുകൊണ്ട് ആ ഭൂരിപക്ഷത്തിന്റെ വോട്ട് കിട്ടാൻ വേണ്ടി കേരളവും, ആ ഭൂരിപക്ഷത്തിന്റെ അംഗീകാരം കിട്ടാൻ വേണ്ടി കേന്ദ്രവും അവരോടൊപ്പം നിൽക്കും. നിങ്ങൾ നോക്കൂ, ജീവിതത്തിൽ എപ്പോഴെങ്കിലും കാന്തപുരത്തിന്റെ മോനോ കാന്തപുരോ നരേന്ദ്രമോദിനോട് തൗഹീദ് പറഞ്ഞിട്ടുണ്ടോ?
പറയുന്നു നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? മുഖ്യമന്ത്രിനോട് പറയുന്നു. വല്ലാഹിൽ അദീം, എനിക്കൊരു മിനിറ്റ് കിട്ടിയാൽ യൂസുഫ് നബി പറയുന്ന പോലെ ഞാൻ പറയും, അർബാബും മുതഫർരിഖൂൻ ഖൈറുൻ അമില്ലാഹി വാഹിദുൽ ഖഹാർ. അല്ലേ? 38, 39, 12 അധ്യായം. യൂസുഫ് നബിക്ക് രണ്ടാളെ കിട്ടിയപ്പോൾ തൗഹീദ് പറഞ്ഞു. പോലെ നമുക്ക് നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും ആരായാലും ഞാൻ ഇരിക്കുന്ന ഒരു വേദിയിലോ അവരിരിക്കുന്ന ഒരു വേദി എനിക്കോ കിട്ടിയാൽ ഞാൻ അവരോട് തൗഹീദ് പറഞ്ഞിട്ട് അവിടെ നടക്കും. കാന്തപുരം പറയോ? പറയില്ല. കാരണം ആ തൗഹീദ് പറഞ്ഞ കാന്തപുരത്തിന്റെ സാമ്രാജ്യം പൊളിയും. കാന്തപുരം പറയില്ല, ഇന്ന് വരെ പറഞ്ഞിട്ടില്ല. നാളെ പറയോ നമുക്കറിയില്ല, ഭാവിയാണ്. വല്ല പശ്ചാത്താപം ഉണ്ടായി പറയോ നമുക്കറിയില്ല. പക്ഷെ ഇപ്പോഴത്തെ കാര്യം ഇവിടെ ഫിറൗന്റെ ചോദ്യം എന്താ? ഫമൻ റബ്ബുക്കുമാ യാ മൂസാ, മൂസാ നീ പറയുന്ന റബ്ബാരാണ്? റബ്ബുനല്ലദീ ആതാ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. എന്റെ റബ്ബ് എല്ലാറ്റിനെയും സൃഷ്ടിക്കുകയും അവക്ക് മാർഗദർശനം നൽകുകയും അതിന്റെ ജനിതക കൂടുകളിൽ മുന്നോട്ടുള്ള പ്രയാണത്തിന്റെ സിസ്റ്റത്തെ സംവിധാനിക്കുകയും ചെയ്തവനാണ് എന്റെ റബ്ബ്. അപ്പോ ഫിറൗനൊരു തന്ത്രം എല്ലാ കാലത്തും അങ്ങനെയാ. തൗഹീദ് നമ്മൾ പറയുമ്പോ വലിയ തന്ത്രശാലികൾ ഉപയോഗിക്കുന്ന ഒരു തന്ത്രമുണ്ട്. എന്താണ് ആ തന്ത്രം? ആ തന്ത്രം ഫിറൗനും പയറ്റി. എന്താ ഫിറൗന്റെ തന്ത്രം? ഫിറൗൻ ചോദിക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ നീ പറയുന്ന റബ്ബിനെ മാത്രമേ വിളിക്കാവൂ എങ്കിൽ ആ റബ്ബിനെയാണ് ആരാധിക്കണമെങ്കിൽ റബ്ബിനല്ലാത്ത വിളിച്ച ബാപ്പാരൊക്കെ മുശ്രിക്കാണോ കാഫിറാണോ? നമ്മളിന്ന് ചോദിക്കുന്ന സമസ്തക്കാര് ഓരൊക്കെ പൂർവികരൊക്കെ കാഫിറാ, നരകത്തില, 50 കൊല്ലം മുമ്പ് മൊയ്തീൻ ഷേനെ വിളിച്ചവരാ എന്ന് ഈ ചോദ്യം ആദ്യം ചോദിച്ച ഫിറൗൻ സഖാഫിയാണ്. ഫിറൗൻ സഖാഫിയാണ് ഈ ചോദ്യം ആദ്യം ചോദിച്ചത്. അതിന് മൂസാ നബിന്റെ മറുപടി എന്തറിയോ? ഖാല ഇൽമുഹാ, എന്റെ റബ്ബിന്റെ കിതാബിൽ അവരെ കുറിച്ചുണ്ട്. റബ്ബിന്റെ കിതാബിലുണ്ട്. ഞാനല്ല അവരെ കാഫറും മുശ്രിക്കാണ്. ആ പണി നമുക്കില്ല. എന്നത് ശിർക്കാണ്, എന്നത് കുഫ്റാണ്. അവിടെയും നിങ്ങൾ നോക്ക്, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് ഒരു നാടൻ മനുഷ്യൻ പറയുന്നത് ഖുർആൻ പറയുന്നുണ്ട്. സൂറത്ത് യാസീനിലുള്ള പോലെ തന്നെ ആ മനുഷ്യൻ പറയുന്നത് എന്റെ റബ്ബ് അല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാണോ മൂസാ നബി നിങ്ങൾ കൊല്ലാൻ കളിക്കുന്നത്? അപ്പൊ ആ നാട്ടിൽ മൂസാ നബി പറഞ്ഞുകൊണ്ടിരുന്ന വിഷയം എന്താ? റബ്ബ് റബ്ബ്. അത് ഫിറൗനോടും പറയണം, അത് നരേന്ദ്രമോദിയോടും പറയണം. അപ്പോഴേ നമ്മുടെ ഇസ്ലാമിക സംഘടനയാവും. കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ചെന്ന് കണ്ട ഒരു റബ്ബുണ്ട് എന്ന് പറയാത്ത കാലത്തോളം അമ്പിയാക്കളുടെ ദൈവത്ത് പൂർണ്ണാവുന്ന ഒരു സംഘടനയും വിചാരിക്കണ്ട. ഒരു സംഘടനയും വിചാരിക്കണ്ട. ഒരു സംഘടനയും വിചാരിക്കണ്ട. പൂർത്തിയാവുന്നു. എല്ലാം തികഞ്ഞു എന്ന് തോന്നണ്ട എന്നാണ് പറയുന്നത്. ഇനി മഹാനായ ഇബ്രാഹിം നബി നമ്രൂദിന്റെ കൊട്ടാരത്തിൽ പോയല്ലോ. അവിടെ ചെന്നപ്പോ എന്തുണ്ടായത്? അവിടെ ഈ റബ്ബ് ചോദിച്ചു സൂര്യനെ അല്ല വിടുന്നു, നീ ഒന്ന് മറുഭാഗത്ത് ശരിയാക്കി. അവിടെയും ചർച്ച റബ്ബാണ്. സൂറത്ത് ബഖറ എടുത്തു നോക്കി, 258, 259 എടുത്തു നോക്ക്. അവിടെ എല്ലാം റബ്ബിനെ കുറിച്ചാ ചർച്ച. എല്ലാ നബിമാരും എല്ലാ അമ്പിയാക്കളും ആ റബ്ബിലേക്കാണ് ജനങ്ങളെ ക്ഷണിച്ചത്. ഇനി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ അവസാനത്തിലേക്ക് വരികയാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുൽ ഹാദിഹി സബീലി അദൂ ഇലല്ലാഹ് അലാ ബസീറത്തിൻ അന വമൻ ഇത്തബഅനി. ഇതാകുന്നു എന്റെ മാർഗ്ഗം. ഞാൻ നിങ്ങളെ റബ്ബിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ നിങ്ങളെ റബ്ബിലേക്ക് ക്ഷണിക്കുന്നു. ഞാൻ മാത്രമല്ല, എന്നെ പിൻപറ്റിയവരും. 12-ാം അധ്യായം 108-ാമത്തെ വചനം. هذا بلاء للناس ولينذروا به وليعلموا انما هو اله واحد. സൂറത്ത് ഇബ്രാഹിം 52-ാമത്തെ വചനം. അതിന്റെ അർത്ഥം 52 വചനേ ഉള്ളൂ അതിൽ. 52-ാമത്തെ വചനം എന്താ അറിയോ? ഹാദാ ബലാഉൽ ലിന്നാസ്. ഇത് ജനങ്ങൾക്ക് മുഴുവനുള്ള ഉത്ബോധന, 800 കോടി മനുഷ്യർക്കുമുള്ള ഉത്ബോധനം. നമ്മുടെ കടയിൽ ജോലി ചെയ്യുന്ന ഭാസ്കരേട്ടന്റെ മോനെ സുരേന്ദ്രനോട്, നമ്മുടെ സൂപ്പർ മാർക്കറ്റിൽ ജോലി ചെയ്യുന്ന സുമതിയോട്, ആ സൂപ്പർ മാർക്കറ്റിൽ താടി നീട്ടി നരിയാണിന്റെ മോള് തുണിയെടുക്കുന്ന മുജാഹിദേ, നീ തൗഹീദ് പറഞ്ഞിട്ടില്ലെങ്കിൽ നിനക്ക് സൂറത്ത് ഇബ്രാഹിമുമായി ബന്ധമില്ല. ഈ പ്രസംഗം കഴിഞ്ഞ് ഞാൻ പോയാൽ നിങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും അറിയോ? നമ്മളെ പറ്റി തന്നെയല്ല പറയുന്നത്, അങ്ങളെ പറ്റി തന്നെയാ. നിങ്ങൾക്ക് സംശയമുണ്ട്? ഞാൻ പറഞ്ഞു നിങ്ങളെ പറ്റി തന്നെയാ. അത് പറയാത്തവരെ പറ്റി തന്നെയാ. അതിൽ വിശ്വത്തിൽ ഒരാൾക്ക് അത് കൊള്ളുന്നുണ്ടോ എങ്കിൽ നിന്നെ തന്നെയാണ് ഉദ്ദേശിച്ചത്. ഒരു സംശയം വേണ്ട. അങ്ങോട്ട് ചെല്ലണ്ട റബ്ബിന്റെ അടുത്ത്. പടച്ചോനെ അല്ല പറയുന്നത് ഇത് ഹദാ ബലാഉൽ ലിന്നാസ് വലിയുൻദറൂ ബിഹി. നീ ഇതുകൊണ്ട് താക്കീത് കൊടുക്കണം. വലിയ അലമോ, അവരെ
അവരെ മനസ്സിലാക്കി കൊടുക്കണം. അന്നമാഹു ഇലാഹും വാഹിദ്, അല്ലാഹ് മാത്രമാണ് ആരാധനക്കർഹനെന്ന് ഈ 800 കോടി മനുഷ്യരും അറിയണം. അത് നിന്റെ ബാധ്യതയാണ് എന്നാ അല്ലാഹ് പറഞ്ഞു. അതുകൊണ്ട് ഈ ചെറിയ ക്ലാസും തസ്കിയത്തൊക്കെ ആയിട്ട് കാലം കഴിച്ചു പോവാന്ന് വിചാരിക്കണ്ട. പബ്ലിക്കിലെ ദൈവത്ത് ഞാൻ ഒന്നുകൂടെ പറഞ്ഞോട്ടെ, നല്ല ദായിമാരുള്ള ഒരു കൂട്ടായ്മയാണ് വെസ്റ്റേൺ ഇസ്ലാമിക് ഓർഗനൈസേഷൻ. മുജാഹിദ് സ്ഥാനത്തിൽ എത്ര ദായിമാരുണ്ട്? ഞാൻ പലപ്പോഴും കേന്ദ്രമിനെ കുറിച്ചൊക്കെ ചിന്തിക്കാറുണ്ട്. അവരുടെ വലിയ പ്രാസംഗികർ 23 വർഷമായിട്ട് ജിന്ന് എന്ന് പറയാത്ത ഒരൊറ്റ പ്രസംഗം, ഒരു നിക്കാഹ് ഖുതുബ പോലും ഇല്ല. ചിന്തിച്ചു നോക്കണങ്ങള്, എന്തൊരു ഗതികേടാണല്ലേ. അള്ളാഹുവിലേക്ക് ഈ ലോകത്തെ ക്ഷണിക്കേണ്ടതിന് പകരം ജിന്ന് ജിന്ന് എന്ന് പറഞ്ഞ ദിക്ർ ചൊല്ലി കാലം കഴിച്ചു കൂട്ടുന്ന സമൂഹമേ, കേന്നമുകാരെ, നിങ്ങളും പടച്ചോന്റെ അടുത്ത് വരില്ലേ? നിങ്ങൾ എന്തുകൊണ്ട് ചിന്തിക്കരുത്? ആത്മാർത്ഥമായിട്ടാണ്. എനിക്കൊരു ലക്ഷ്യം പറഞ്ഞില്ല. ഈ പടച്ച തമ്പുരാൻ പറഞ്ഞതിനെ ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ മനസ്സിലാക്കിയത് കാരണം എന്താ അറിയോ? അബൂ ഹുറൈറ, ഇത് കേട്ടോളിട്ടോ, അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇങ്ങനെ പറഞ്ഞു നടക്കും. ദീന് ഹദീസും ആയത്തും ഇങ്ങനെ കണ്ടടത്തിലൊക്കെ പറഞ്ഞു നടക്കും. അപ്പൊ അക്കാലഘട്ടത്തിലെ സ്വഹാബികൾക്ക് എന്നെ വലിയ തലവേദന. ഒരു എന്താണ് അബൂ ഹുറൈറ ഈ കേട്ടതും കണ്ടതും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നടക്കുക, നിങ്ങൾക്ക് വെറും പണിയില്ലേ എന്ന് വെച്ചു. അതിന് അദ്ദേഹം ഓതിയ 2 ഖുർആന്റെ വചന അബൂ ഹുറൈറയേക്കാൾ അബൂ ഹുറൈറ പറഞ്ഞതിന്റെ ഒക്കെ അപ്പുറം ഇതൊക്കെ മൂടി വെക്കാൻ എനിക്ക് സാധിക്കും. അബൂ ഹുറൈറ പറയുന്നത് ഞാൻ എന്തുകൊണ്ട് മൂടി വെക്കണില്ല? അദ്ദേഹം പറഞ്ഞു, ഖുർആനിലെ സൂറത്ത് ബഖറയിലെ 159 160 അതില്ലായിരുന്നെങ്കിൽ ഞാൻ ഈ പണി എടുക്കില്ല. അതേതാ? ബയ്യനാഹു ലിന്നാസ് ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുൽ ലാഇനൂൻ ഇല്ലല്ലദീന താബു വഅസ്ലഹു വബയ്യനു. ഇത് തൗബ ചൊല്ലിയപ്പോൾ ബയ്യനു അല്ലട്ടോ, ശരിക്കും കേട്ടോളൂ. ഇതെന്താ പറയുന്ന അറിയോ? ഈ ആയത്തിൽ സൂറത്ത് ബഖറയില മുജാഹിദുകളെ എന്ന് പോയിട്ട് വായിച്ചാളി. ഇപ്പൊ എന്താ നിഷാദ് സൽഫി പറഞ്ഞേ? നോമ്പിന്റെ അന്ന് ഫസ്റ്റ് നോമ്പാട് നോറ്റാൽ ചിലപ്പോൾ ക്ഷണിച്ചു. നേരെ മറിച്ച് ഈ മാസത്തിലെ നോമ്പിലേക്ക് പ്രവേശിച്ചാലോ? തീർച്ചയായിട്ടും ഖുർആനോത്ത് പ്രവേശിച്ചാലോ? അങ്ങനെ വായിക്കേണ്ട ഒരു ഖുർആന്റെ വചനം പറയുന്നത്. അതായത് അല്ലാഹ് വ്യക്തമാക്കിയ ഈ തൗഹീദ് ജനങ്ങൾക്ക് വിവരിച്ചു മുഴുവൻ ജനങ്ങൾക്കും ഈ ഖുർആൻ വിശദീകരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ അല്ലാഹ് നിങ്ങളെ ശപിക്കും. കോടി മലക്കുകൾ നിങ്ങളെ ശപിക്കും, കോടി മനുഷ്യർ നിങ്ങളെ ശപിക്കും. ഞാൻ ചോദിക്കട്ടെ, അള്ളാന്റെ ശാപം, കോടിക്കണക്കിന് മലക്കുകളുടെ ശാപം, കോടിക്കണക്കിന് മനുഷ്യരുടെ ശാപം ഏറ്റുവാങ്ങും ആർക്ക്? അള്ളാഹുവിന്റെ തൗഹീദ് മറച്ചു വെക്കുന്നവർക്ക്. എന്നിട്ട് എന്താ പിന്നെ ഖുർആൻ പറഞ്ഞേ? ഇല്ലല്ലദീന താബു ഫസ്ലഹു വബയ്യനു. പശ്ചാത്തപിക്കുകയും നിലപാട് നന്നാക്കുകയും തൗഹീദ് പച്ചക്ക് പ്രസംഗിക്കാൻ തുടങ്ങുകയും ചെയ്താൽ അള്ളാഹ് പുറത്തു തരും. കിട്ടേണ്ട ഒരു കയ്യിലുണ്ട് എമ്പാടും. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറഞ്ഞാൽ അത് മനസ്സിലാക്കിയത് കൊണ്ട് ഈ മനസ്സിലാക്കിയത് ജനങ്ങളോട് പറയണം. സുഹൃത്തുക്കളെ, നമ്മൾ പരിശുദ്ധ റമദാന്റെ പടിവാതിക്കലാണ്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, വലഖദ് യസ്സർനൽ ഖുർആന ലിദ്ദിക്രി ഫഹൽ മിൻ മുദ്ദക്കിർ. അല്ലാഹ് പറയുന്നു സൂറത്ത് ഖമറിൽ 4 സ്ഥലത്ത് 17, 22, 32, 40, 54 അധ്യായം. നിങ്ങൾ എന്താ ഖുർആൻ പഠിക്കാത്തെ? ഖുർആൻ പഠിക്കുന്നവർക്ക് ഖുർആൻ എളുപ്പമാക്കിയിരിക്കുന്നു അല്ലേ? വേറൊരു സ്ഥലത്ത് അവരെന്താണ് ഖുർആനെ പറ്റി ചിന്തിക്കാത്തത്? അവർ ഹൃദയം പൂട്ടിട്ട് വെച്ചിരിക്കുകയാണെന്ന് അല്ലാഹ് ചോദിക്കണേ. സൂറത്ത് മുഹമ്മദ് 24-ാമത്തെ വചനം, വനുനസ്സിലു മിനൽ ഖുർആൻ മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ ലിൽ മുഅ്മിനീൻ. 17-ാം അധ്യായം 82, 81, 82. ഈ ഖുർആൻ ഇറക്കിയത് നിങ്ങൾക്ക് ശിഫയായിട്ടാണ്. നിങ്ങളെ കണ്ണ് തുറപ്പിക്കുന്ന ഗ്രന്ഥം. അതുകൊണ്ട് തന്നെ ഖുർആൻ അവതരിപ്പിക്കപ്പെട്ട മാസത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ആ ഖുർആനുമായി നല്ലൊരു ബന്ധം നമുക്കുണ്ടാവണം. സുന്നത്തുമായി നമുക്ക് നല്ലൊരു ബന്ധമുണ്ടാകണം. സച്ചരിതരുമായി നമുക്ക് നല്ല ബന്ധമുണ്ടാകണം. ഈ അഹ്ല റമദാനിൽ 2 പ്രഭാഷണങ്ങളിലൂടെ നടന്നു. മാഷാ അല്ലാഹ്, 2 പ്രമാണങ്ങളിൽ ഒതുങ്ങി നിന്നുകൊണ്ട് പൂർണ്ണമായി പ്രമാണങ്ങളിൽ ഒതുങ്ങി. ഞങ്ങളിവിടെ ഞങ്ങളുടെ നേതാവ് PN ന്റെ ഫളായിൽ പറയാ, അല്ലെങ്കിൽ TK അഷ്റഫ്
സാഹിബിന് ഫളായിൽ പറയാ. സത്യം പറഞ്ഞാൽ ഞാൻ ചിന്തിക്കാറുണ്ട്, ഇന്ന് കേരളത്തിൽ രണ്ട് വ്യക്തികളുടെ ഫളായിൽ പറയാണേ പറയേണ്ട രണ്ടാളെ ഞാൻ പറഞ്ഞ പേരുകൾ. പക്ഷേ ഞങ്ങൾ അവരെ ഇരുത്തിയോ ഇരുത്താതെയോ അവരുടെ ഒരു ഫളായിലും പറഞ്ഞ് പൊക്കിയടിക്കുന്ന പരിപാടി ഞങ്ങൾക്കില്ല. കാരണം അത് അവരുടെ പുണ്യം കുറയും, അവരത് ഇഷ്ടപ്പെടില്ലെന്ന് ഞങ്ങൾക്കറിയാം. മുഖസ്തുതി പറയുന്നവരുടെ മുഖത്ത് മണ്ണ് വരിടാനാണ്. അങ്ങ് ഉള്ളാളത്ത് നിന്ന് തുടങ്ങി കേരള യാത്ര തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോ ഉസ്താദിന്റെ പോരിശ് എല്ലാവർക്കും അറിയാം. അള്ളാഹിനെ പറ്റി ഒറ്റ സദസ്സിൽ പോലും, ഒരു അമുസ്ലിം ഇരിക്കുന്ന സദസ്സിൽ പോലും റബ്ബിനെ പരിചയപ്പെടുത്താൻ അവർക്ക് സാധിച്ചില്ല. ഈ മതം ലോകരുടെ മതമാണ് എന്ന് പറയാൻ ഉസ്താദിനും ടീമിനും കഴിഞ്ഞില്ല. എന്തേ കഴിയാത്തത് ആലോചിക്കണം. എത്ര ലക്ഷക്കണക്കിന് മനുഷ്യരെ ഈ കേരള യാത്രയിൽ കിട്ടി. പറഞ്ഞോ തൗഹീദ്, പറഞ്ഞോ ആഖിറം, പറഞ്ഞോ സ്വർഗം, ഞാൻ നിങ്ങളെ നജാത്തിലേക്ക് ക്ഷണിക്കുന്നു മനുഷ്യരെ എന്ന് പറയാൻ ഉസ്താദിന് കഴിഞ്ഞോ? മറിച്ച് ഉസ്താദിന്റെ പൊക്കിയടി അത് ഉസ്താദ് ആനന്ദത്തോടെ ഏറ്റുവാങ്ങി എന്നതല്ലാതെ അങ്ങനെയുള്ള വാചകത്തിന് ഞാൻ അർഹനല്ല എന്ന് പോലും പറയാൻ തയ്യാറായി. അതുകൊണ്ട് സഹോദരങ്ങളെ ശരിക്കും മനസ്സിലാക്കുക, ഈ അഹ്ലുർ റമദാൻ അഖീദ ക്ലിയർ ചെയ്യുന്ന, ഈമാനിൽ ദുൽമ കലരാതിരിക്കാൻ, അതാണല്ലോ 8-ാം അധ്യായം 108 പറഞ്ഞത്. ഈമാനിൽ ദുൽമ കലരാതിരിക്കാൻ, ഈമാനഹും ബിദുൽമിൻ, ഈമാനിൽ ദുൽമ കലരരുത്. ഇതാണ് എനിക്ക് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ എന്റെ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുന്ന. സഹോദരങ്ങളെ, ഇത് സംഘടിപ്പിച്ചവർക്ക് അള്ളാഹു പ്രതിഫലം നേരെ വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ സംഘടിപ്പിച്ചത്. അവരെന്നോട് പറഞ്ഞ വിഷയമാണ് ഞാനിവിടെ. ഇതിന്റെ സംഘാടകൻ പ്രമുഖനായ ഒരാൾ എനിക്ക് കൃത്യമായ ഒരു നോട്ട് തന്ന് പ്രവാചകന്മാരുടെ ചര്യ ഇങ്ങനെ പറഞ്ഞു പോകണം എന്ന് പറഞ്ഞത് കൊണ്ടാണ് ഉലുൽ അസ്മിന്റെ പ്രവാചകന്മാരെ കുറച്ച് ടച്ച് ചെയ്ത് ആ വിഷയത്തിൽ മാത്രം നിന്നുകൊണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ചത്. ഞാൻ എന്റെ വകയെ ഇവിടെ വിഷയം തിരഞ്ഞെടുത്തിട്ടില്ല. എനിക്ക് തന്ന വിഷയം ഭംഗിയായി അവതരിപ്പിക്കാൻ ശ്രമിക്കുക മാത്രമാണ് ചെയ്തത്. സർവശക്തനായ പ്രപഞ്ചനാഥൻ നമ്മയൊക്കെ അനുഗ്രഹിക്കുകയും എല്ലാവിധ തിന്മകളിൽ നിന്നും അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുകയും സത്യത്തിന് വേണ്ടി ജീവിക്കാനുള്ള തൗഫീക്ക് നൽകുകയും ഈമാനോടുകൂടി മരിച്ച ആളുകൾക്ക് അല്ലാഹു മഅഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗം കൊണ്ട് വലയുന്നവർക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, നേരത്തെ ഇവിടെ പറഞ്ഞപ്പോൾ ഈ സ്ഥലം തന്നതും ഇതുമായി ബന്ധപ്പെട്ടതും ഇത്തരം കാര്യങ്ങൾ സഹകരിക്കുന്ന ഒരു ഫാമിലിയെ കുറിച്ച് പറഞ്ഞു. അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. അദ്ദേഹം അസുഖമായി കിടക്കുന്ന കാര്യം പറഞ്ഞു. അവർക്കൊക്കെ അല്ലാഹു ആശ്വാസം നൽകുകയും ഇതിന്റെ പേരിലൊക്കെ അണുമണി തൂക്കം നന്മ ഈ ഇരുത്തൊക്കെ മഹ്ശറിൽ കൊണ്ടുവരില്ലോ, ഈ സ്റ്റേജ് മഹ്ശറിൽ കൊണ്ടുവരില്ലോ. ഇതിന് സൗകര്യം ചെയ്തു എന്നവർക്കും മഹ്ശറിൽ ഇതിന് കൂലി കിട്ടില്ല. അവർക്ക് അല്ലാഹു കൂലി നൽകുമാറാകട്ടെ. ഇവിടെ വന്ന നമുക്കൊക്കെ അല്ലാഹു കൂലി നൽകുമാറാകട്ടെ. ഇതിന് ദൂരെ നിന്നും അടുത്തു നിന്നും ഒക്കെ ഇതിനെ സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുണ്ടാവും. അവർക്കൊക്കെ അല്ലാഹു പ്രതിഫലം നൽകുമാറാകട്ടെ. പരിശുദ്ധ റമദാന്റെ പടിവാതിക്കൽ എത്തി നിൽക്കുന്ന നാം വൃത്തികേടുകളിൽ, തെമ്മാടിത്തങ്ങളിൽ, തിന്മകളിൽ നിന്നും വിട്ടു നിൽക്കുക. കാരണം ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. 10-ാമത്തെ വചനമാണ്. നമ്മൾ എന്ത് കണ്ടു എന്നും കേട്ടു എന്നും എന്ത് ചിന്തിച്ചു എന്നും പടച്ചോൻ വിചാരണ ചെയ്യും. അതുകൊണ്ട് നല്ലത് കേൾക്കുകയും നല്ലത് മനസ്സിലാക്കുകയും നല്ലതനുസരിച്ച് ജീവിക്കുകയും ചെയ്യുക. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. റബ്ബനാ ഇഗ്ഫിർ ലനാ വലിഇഖ്വാനിൽ ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലദീന ആമനൂ റബ്ബനാ ഇന്നക റഊഫുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.